നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങളോ എന്നെ എന്ന് പറയുന്നു. യേശുവിന്റെ ചോദ്യം എന്താണ്? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശു എന്നും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. യേശു ആരാണ്? യേശു ആരാണ്? യേശുവിന്റെ ചോദ്യം ശ്രദ്ധിച്ച്. യേശുവിന്റെ ചോദ്യം എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ. എങ്ങനെയാണ് ചോദിച്ചത്? നിങ്ങൾ. മലയാളം പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. ഏകവചനമാണോ ഇത്? ബഹുവചനമാണോ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകവചനമാണോ ബഹുവചനമാണോ? ബഹുവചനം ഇല്ലേ? കർത്താവ് 12 പേരോടും ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആരാ ഉത്തരം പറഞ്ഞത്? പത്രോസ് അല്ലേ? പത്രോസ് എന്താ പറഞ്ഞത് ഉത്തരം? പത്രോസ് കർത്താവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഒന്ന് പറയാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. കേട്ടോ? അപ്പൊ യേശു ആരോടാ ചോദിച്ചത്? നിങ്ങൾ. ആരോടാ ചോദിച്ചത്? ഇനി കർത്താവ് നിങ്ങൾ എന്നാണോ പറയുന്നതെന്ന് വേദപുസ്തകം ഉള്ളവർ നോക്കിക്കേ. ഇനി കർത്താവ് നിങ്ങൾ എന്നാണോ പറയുന്നത്? അല്ല. കണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ വ്യക്തിപരമായി ഇടപെട്ടു. 12 ശിഷ്യന്മാരിൽ ഒരാളോട് കർത്താവ് വ്യക്തിപരമായി ഇടപെട്ടു. ഫിലിപ്പിന്റെ കൈസരിയ സ്ഥലത്ത് എന്ന് വലിയൊരു പാറക്കെട്ടിന്റെ താഴ്വാരത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലത്ത്, മനസ്സിൽ ഇങ്ങനെ കാണാനും കേട്ടോ, നല്ല സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഇനി കർത്താവ് ടെൻസ് എല്ലാം മാറ്റി. കർത്താവ് പറഞ്ഞു, ബെരയോനാ ശീമോനെ, നീ എങ്ങനെ പറഞ്ഞേ? നീ ഭാഗ്യവാനാകുന്നു. ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തിയത്. അടുത്ത സെന്റൻസ് നോക്കിക്കേ. നീ ആരാകുന്നു? പത്രോസ് ആകുന്നു. നീ ആരാകുന്നു? ഇവിടെയാണ് കർത്താവ് പേരിട്ടത്, പുതിയ പേര്. അദ്ദേഹത്തിന്റെ പേര് ശെമയോൻ എന്നായിരുന്നു. ഈ പാറക്കെട്ടിന്റെ ചോട്ടിൽ വന്നിട്ട് പാറയുടെ ഗ്രീക്ക് വാക്കാണ് പെട്ര. പാറ എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്കാണ് പെട്ര. ഈ പാറക്കെട്ടിന്റെ ചോട്ടിൽ വന്ന്, ഒരമ്പലം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിന്റെ ചോട്ടിൽ വന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നു, നീയാണ് പാറ. നീ ആരാണ്? പാറ. എന്നിട്ട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഏത് പാറമേൽ? പത്രോസ് ആകുന്ന പാറമേൽ എന്റെ സഭയെ പണിയും. മൊത്തം എത്ര പേരുണ്ടായിരുന്നു അവിടെ? 12 പേര്. കർത്താവ് ഇപ്പൊ ആരോടെ സംസാരിക്കുന്നത്? 11 അവന്മാരെങ്ങനെ നിൽക്കുന്നു? വായും പിടിച്ച് നിൽക്കുന്നു കേട്ടോ. നമ്മൾ പള്ളി വന്ന ഇത്രയും പേരുണ്ട് ഇവിടെ കേട്ടോ, ഇത്രയും പേരുണ്ട്. യേശു ആരാണെന്ന് പറയുന്നവരോട് ദൈവം വ്യക്തിപരമായി ഇടപെടും. കർത്താവ് പറയുന്നു അടുത്തത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് നിന്നോട് ഞാൻ പറയുന്നു. ആരോട് പറയുന്നു? പത്രോസിനോട് പറയുന്നു, നിന്നോട് ഞാൻ പറയുന്നു. അടുത്തത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അയ്യോ, കഷ്ടായി. 12 പേര് നോക്കി നിൽക്കുമ്പോ പറയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇനി അടുത്തത് എന്നാ നോക്കിക്കേ. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അതിന് മുന്നേ ഒരു സെന്റൻസ് ഉണ്ട്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇത്രയും സെന്റൻസ് കർത്താവ് പറഞ്ഞപ്പോൾ ഏത് വാക്യം ഉപയോഗിച്ചത്? നീ. എന്താണ്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ചിലർ കൈപൊക്കി. ദൈവം വ്യക്തിപരമായി ഇടപെടണമെന്ന് ആഗ്രഹമുണ്ടോ? കുറെ ആൾക്കാർ കൈപൊക്കി. അങ്ങനെ വ്യക്തിപരമായിട്ട് ഇടപെടണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, യേശു ആരാണെന്ന് പറയാൻ പഠിക്കണം.
ഈ 12 പേരോട് കർത്താവ് ചോദിച്ചപ്പോൾ ആണ്ട് എബിയച്ചന്റെ മനസ്സിലുണ്ടായിരുന്നു യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വാ പൊളിച്ച് പറഞ്ഞതാരാ? പത്രോസ്. ഹൃദയത്തിലുണ്ടായിട്ട് കാര്യമില്ല, വാ കൊണ്ട് ഏറ്റു പറയണം. 12 പേരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മശീഹയാണ്. പക്ഷെ ഒരാൾ വാ പൊളിച്ച് ആദരം തുറന്ന ഹൃദയത്തിൽ വിശ്വസിച്ചത് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു. കർത്താവ് അവനോട് വ്യക്തിപരമായി ഇടപെട്ടു. നീ ഭാഗ്യവാനാണ്, നിന്റെ മേൽ സഭ പണിയും, നീയാണ് പാറ, സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലുണ്ട്, നീ കെട്ടുന്നത് കെട്ടപ്പെടും, നീ അഴിക്കുന്നത് അഴിയപ്പെടും. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ പണിയപ്പെടണമെങ്കിൽ യേശു ആരാന്ന് പറയണം. നിന്റെ ഭവനത്തിൽ ദൈവം ഇടപെടും. കണ്ടോ, ദൈവം ഇടപെടണമെങ്കിൽ യേശു ആരാണെന്ന് പറയണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതൻ ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ ചെയ്യും. അപ്പൊ പാടുന്ന പാട്ട് ഏതാ മക്കളെ? അറിയാവോ? അൻപുടയോ, കേട്ടിട്ടുണ്ടോ? അൻപുടയോ നേ നിൻ വാതിൽ മുട്ടുന്നു. അറിയാവല്ലേ? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവരറിയാൻ മേലാത്ത പാട്ട് ഇവിടെ പാടിപ്പോൾ അവർ മിണ്ടയില്ല. തിരുക്കരത്താൽ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് ആക്റ്റീവായി. തിരുക്കരത്താൽ നല്ല ഉത്സാഹം അല്ലേ? നല്ല ഉത്സാഹം. അവരെല്ലാം അങ്ങോട്ട് പാടി. ആ പാട്ട് വന്നപ്പോൾ എല്ലാവരും ആക്റ്റീവായി. അതുവരെ ഇങ്ങനെ വിരൽ വടിച്ചോണ്ടൊക്കെ ഇരുന്നെങ്കിലും അറിയാവുന്ന ഒരു പാട്ട് വന്നപ്പോൾ നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പാട്ടാണ് ഏത്? അൻപുടയോ നേ നിൻ മുട്ടുന്നു നാദം ആവേശത്താൽ യാചിക്കും. ഇന്നത്തെ ദിവസം വാ തുറക്കുന്നതിന് പ്രത്യേക അനുഗ്രഹമുണ്ട് കേട്ടോ. എന്ത് തുറക്കുന്നതിന്? വാ തുറക്കണം. 12 പേരോട് കർത്താവ് ചോദിച്ചു, ഈക്വൽ ചാൻസ്. എല്ലാവർക്കും ഒരുപോലെയായിരുന്നു ചാൻസ്. 11 പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, അൻപോടെയും നമുക്ക് പിന്നെ എത്ര പ്രാവശ്യം കേട്ടോ. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് വാ വിളിച്ച് പറഞ്ഞു, ഇതാ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുപരം വ്യക്തിപരമായിട്ട് ഇടപെട്ടു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇതാ അപ്പമെടുത്ത് കയ്യിൽ പിടിച്ച് പുരോഹിതൻ കർത്താവിന്റെ ശരീരമായിട്ട് ഇതിനെ കണ്ടു. ഇതിനെ ഇങ്ങനെ ഒടിച്ച് വേർപെടുത്തി. അപ്പൊ പറഞ്ഞു, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വിട്ടുപോയില്ല. അങ്ങനെ ഇത് തിരിച്ചു വെച്ച് ആ ശരീരം മുഴുവൻ കാൽവരിയിലെ യാത്രയിൽ എങ്ങനെ ചതയ്ക്കപ്പെട്ടുവോ നുറുക്കപ്പെട്ടുവോ അതുപോലെ ഒരു പുരോഹിതൻ ആ അപ്പമെടുത്ത് ചതച്ച് എല്ലാ ഭാഗവും ഇങ്ങനെ ചതച്ച് അടർത്തി കർത്താവിന്റെ ശരീരം എങ്ങനെയെല്ലാം അടിപ്പിണരുകളാൽ കീറപ്പെട്ടുവോ അങ്ങനെ ആ അപ്പമെടുത്ത് കീറി വെച്ചു. പ്രിയമുള്ളവരെ, ഈ അപ്പം ഇങ്ങനെ പിടിച്ചപ്പോൾ ഈ അപ്പം പുരോഹിതനോട് ചോദിച്ചു, ഇതാരാടാ നിനക്ക്? ഇപ്പോൾ ഈ നുറുക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ചതക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ഈ അപ്പം ആരാണ് നിനക്ക്? ആരാണ് നിനക്ക്? ഒരു പുരോഹിതനോട് ചോദിക്കുകയാണ്, ഇതാരാണ്? യേശു തമ്പുരാൻ ഫിലിപ്പിന്റെ കൈസരിയെ ചെന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആരാണ്? പ്രിയമുള്ളവരെ, പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്, യെരൂശലേമിൽ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റ് ജീവനുള്ള മശീഹയാണിത്. ഇതാരാണ്? യെരൂശലേമിൽ വിലാപ്പുറം കുത്തി തുറന്ന്
ഞങ്ങളെ രക്ഷിച്ച ജീവനുള്ള മശിഹായാണിത്. ഒരു പുരോഹിതൻ ഏറ്റുപറയണം. എന്താണ് ഏറ്റുപറയേണ്ടത്? ജീവനുള്ള മശിഹായാകുന്നു. എന്താ പറയേണ്ടത്? ജീവനുള്ള മശിഹായാകുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത് പറയുകയാണ്, ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമന്ന, ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ ചുമന്ന ഒരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അറക്കപ്പെട്ടിട്ടും ജീവിക്കുന്ന കുഞ്ഞാടാണിത്. ഇതാരാണ്? അറക്കപ്പെട്ടിട്ടും ജീവിക്കുന്ന കുഞ്ഞാട്. മിസ്രയീമിൽ വിടിവിക്കപ്പെടുന്ന രാത്രിയിൽ സംഹാരദൂതൻ കടന്നു വരുന്നു. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രയേലിലെ ആദ്യജാതന്മാർ സംഹാരദൂതനാൽ മരണത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ രക്തം കൊണ്ട് കട്ടിളപ്പടിമേൽ എന്ത് ചെയ്യണം? മുദ്രയിടണം. ആ കുഞ്ഞാടിനെ അറുത്തപ്പോ അത് മരിച്ചുപോയി. എന്നാൽ പുരോഹിതൻ ഈ ചതയ്ക്കപ്പെട്ട ഈ അപ്പം എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന അറക്കപ്പെട്ട കുഞ്ഞാടായിട്ടും ഇതാരാണെന്നറിയാമോ? ജീവനുള്ള കുഞ്ഞാട് എന്ന് പറഞ്ഞ് ചങ്കും പൊട്ടി പറയണം. ജീവനുള്ള കുഞ്ഞാട് ആരാണ്? നിന്റെ കുടുംബത്തിൽ നിന്ന് മരണം മായിച്ചു കളഞ്ഞ ജീവനുള്ള കുഞ്ഞാടാണിത്. ഏറ്റുപറയണം പ്രിയമുള്ളവരെ, ഏറ്റുപറയണം. മൂന്നാമത് എന്താ പറയുന്നു? നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് പിതാവിന്റെ വലതു ഭാഗത്തേക്ക് ഇങ്ങനെ കയ്യും പിടിച്ച് നിന്നെ കൊണ്ടുപോകുന്ന ജീവനുള്ള രക്ഷകനാണിത്. ഇതാരാണ്? ജീവനുള്ള രക്ഷകൻ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ബലി അർപ്പിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, ഇതാരാടാ നിനക്ക്? ഈ മുഴുവൻ ചതയ്ക്കപ്പെട്ട ഈ ശരീരം നിനക്കാരാണ്? പിതാക്കന്മാരോട് ഉത്തരം എഴുതി വെച്ചു, ജീവനുള്ള മശിഹയാണ്. ഇതാരാണ്? എന്റെ കുടുംബത്തിൽ നിന്ന് മരണത്തെ മായ്ച്ചു കളഞ്ഞ ജീവനുള്ള കുഞ്ഞാടാണിത്. ഇതാരാണ്? ജീവനുള്ള, എല്ലാ പാപങ്ങളെ ക്ഷമിച്ച് പിതാവിന്റെ വലതു ഭാഗത്തേക്ക് കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ജീവനുള്ള രക്ഷകനാണിത്. ഈ സമയത്തല്ലേ ഈ വായിക്കോട്ടം വിട്ട് നിൽക്കുന്നത്? ഈ പാട്ട് പാടുമ്പോഴല്ലേ ഏറ്റവും ക്ഷീണം? ഈ പാട്ട് പാടുമ്പോഴല്ലേ ഇരിക്കാൻ തോന്നുന്നത്? ഈ പാട്ട് പാടുമ്പോഴല്ലേ പ്രിയമുള്ളവരെ നമുക്ക് അസ്വസ്ഥത? അപ്പോഴല്ലേ വീടിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കുന്നു, ചിലരുടെ വായിൽ നോക്കി നിൽക്കുന്നു. ഈ സമയത്ത് സാത്താൻ വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയത്തൊന്ന് വിളിച്ചു പറയണം, ഒരു ദേവാലയത്തിൽ വന്നിട്ട് പറയണം, ആ ബലിപീഠത്തിൽ നുറുക്കപ്പെടുന്നത് ജീവനുള്ള മശിഹായാണ്, ജീവനുള്ള കുഞ്ഞാടാണ്, ജീവനുള്ള രക്ഷകനാണ്. വാ കൊണ്ടേറ്റു പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ദൈവം ഇടപെടും, വ്യക്തിപരമായി ഇടപെടും, ദൈവം ഇടപെടും. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഒരമ്മ വളരെ നൊമ്പരത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുക, അവധി കിട്ടിയിട്ടും ആ മനുഷ്യൻ വരുന്നില്ല. ഞാൻ ചോദിച്ചു, അത്രയ്ക്ക് പിണക്കാണോ നിങ്ങളോട്? അപ്പൊ അമ്മ പറഞ്ഞ, പിണക്കായിട്ടല്ല അച്ഛ, ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. എത്ര പെൺമക്കളാ? കല്യാണം കഴിപ്പിക്കണ്ടേ? വേണ്ടേ? പഠിപ്പിക്കണ്ടേ? അല്ലേ? എന്ത് വേണം? അവധി കിട്ടിയിട്ടൂടെ ആ മനുഷ്യൻ എന്ത് ചെയ്യുക? ജോലി എടുക്കുക. 3 പിള്ളേരെ വിവാഹം കഴിപ്പിച്ചയക്കണം. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പ്രിയമുള്ളവരെ ചങ്കും പൊട്ടി ഒരു മനുഷ്യൻ കിടന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛ, അയലൊക്കത്തെ ചേച്ചി ഇച്ചിരി പഞ്ചസാരയും ചോദിച്ചു വന്നു. എന്നാ ചോദിച്ചാ വന്നേ? നല്ലതല്ലേ? അപ്പൊ ഇച്ചിരി പഞ്ചസാര കൊടുത്തപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിന്റെ മോൾ ഇന്ന് കോളേജിലാണോ പോയേ? അപ്പൊ ചേച്ചി പറഞ്ഞു, ഞാൻ ആണല്ലോ, എൻ്റെ മോള് കോളേജിൽ തന്നെ പോയത്. അപ്പോൾ അയൽവക്കത്തെ ചേച്ചി പറഞ്ഞു, നിന്റെ മോൾ ഇന്ന് ഒരു ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു.
അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ മോള് പോവില്ല. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന അമ്മ പറഞ്ഞു, ഇന്ന ചുരിദാറല്ലേ ഇട്ടത്? അതല്ലോ, എന്നാൽ നിന്റെ മോള് തന്നെയാണ്. ഇപ്പൊ പിന്നെ ഈ മാസ്കും ഒത്തിരി പരിപാടി ഉള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ലല്ലേ, പക്ഷെ വസ്ത്രം അറിയാൻ പറ്റി. ഈ അമ്മയ്ക്ക് ആകെ ടെൻഷനായി. പഞ്ചസാര മേടിക്കാൻ വന്ന, എന്നാ മേടിക്കാൻ വന്ന? എന്നിട്ട് എന്നെ ഇട്ടേച്ചു പോയത്? പകരം ഒരു സാധനം ഇട്ടേച്ചു പോയിട്ടുണ്ട്, ഒരു തീക്കനല്. അയ്യോ, അമ്മയ്ക്ക് ആകെ പ്രയാസം. തുണി നനയ്ക്കാൻ ഒത്തിരി ഉണ്ട്, നനയ്ക്കാൻ തോന്നുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. ആകെ പ്രയാസം. ദൈവമേ, എൻ്റെ മോള് കൂട്ടുകാരിയെ പോലെ എന്നോട് ഇടപെടുന്നു, എല്ലാം പറയുന്നു, വാതോരാതെ വർത്താനം പറയുന്നവളാണ് മൂത്തോള്. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളേരെ അമ്മ എന്നോട് പറയുകയാണ്, വൈകുന്നേരം ആയപ്പോൾ അവള് കോളേജിൽ നിന്ന് വന്നു. അപ്പൊ ഈ അമ്മ ചോദിച്ചു, നീ ഇന്ന് കോളേജിലാണോ പോയെ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും കൊച്ചിന്റെ മുഖം? ചളുങ്ങി അലുമിനിയം കല പോലെ ഉണ്ടാവും അല്ലേ? കൊച്ചിന്റെ മുഖം വല്ലാണ്ടായി. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, ഞാനിന്ന് കോളേജിലല്ലേ പോയെ. ഉടനെ അമ്മ പറഞ്ഞു, എടി, നീ ഇന്ന് ഒരു ബൈക്കിൽ പോകുന്നത് ഒരാൾ കണ്ടിട്ടുണ്ടല്ലോ. നീ മോള് ഒരു മറുപടി പറഞ്ഞു, അമ്മ അറിഞ്ഞു. ഞാനിതെങ്ങനെ പറയണോന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ അറിഞ്ഞല്ലോ അല്ലേ? അമ്മ ഇത് അറിഞ്ഞല്ലോ, ടെൻഷൻ മാറി. അവർ പറഞ്ഞു, അമ്മേ, എനിക്കൊരാളെ ഇഷ്ടമാണ്. കാര്യങ്ങളെല്ലാം ചോദിച്ച് വന്നപ്പോൾ ഒരു വിധത്തിലും ചേർക്കാൻ പറ്റത്തില്ല. ഈ വിശ്വാസവുമായി യാതൊരു പൊരുത്തവും ഇല്ല. അമ്മ പറഞ്ഞു, നിന്റെ അപ്പൻ ചങ്കും പൊട്ടി പണിയെടുക്കാൻ നിന്നെ കെട്ടിച്ചുവിടാൻ. മോളെ, നീ അത് ഓർക്കണം. അവള് പറഞ്ഞു, എനിക്കിനി എൻ്റെ കാര്യമൊക്കെ ഓർത്താൽ മതി, ഒരു രക്ഷയില്ല. അപ്പൊ അമ്മ വളരെ സങ്കടപ്പെട്ടപ്പോൾ മൂത്ത മോള് പറഞ്ഞു, അമ്മ അങ്ങനെ വിഷമിക്കുമൊന്നും വേണ്ട, അവളുമാർക്കും ഉണ്ടെന്ന്. ആർക്കാ? ആ രണ്ട് അനിയത്തിമാരുണ്ട്, അവളുമാർക്കും എന്നെ ഉണ്ട്. സംഭവം പണിപാളി. 3 കുട്ടികൾക്കും ഓരോ ബന്ധങ്ങൾ. അതൊന്നും പ്രിയമുള്ളവരെ, ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന ഈ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തത്. ഒരമ്മ വളരെ പ്രയാസപ്പെട്ടു. വച്ച എനിക്കെന്റെ ജീവിത പങ്കാളിയോട് പറയാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ അവധി പോലും എടുക്കാതെ ജോലി ചെയ്യും. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവേ, പ്രിയമുള്ളവരെ, ഞാൻ ഈ വേദഭാഗം അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഒരു സമയം ദൈവം വ്യക്തിപരമായി ഇടപെടും. ഞാനത് വിശ്വസിച്ചു. ദൈവം വ്യക്തിപരമായി ഇടപെടും. എന്ത് ചെയ്താൽ മതി? യേശു നിനക്കാരാന്ന് പറയണം. യേശു ആരാണെന്ന് പറയണം. ദൈവം ഇടപെടും. ഞാൻ ഈ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു, അമ്മ ഇനി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ 3 കാര്യം പറയണം. ഇതാ ഊർശലേമിൽ ആ ഗോകുൽത്തായുടെ മുകളിൽ വിലാവ് കുത്തി തുറന്ന് മുഴുവൻ ചോരയും ഈ കുടുംബത്തിനു വേണ്ടി ഒഴുക്കിത്തന്ന ജീവനുള്ള മസിഹായാണ് നീ. വിളിച്ചു പറയണം. ഇതാ സംഹാരദൂതന്റെ മരണത്തിൽ നിന്ന് മിസ്രൈമിനെ വിടുവിച്ച അർക്കപ്പെട്ട കുഞ്ഞാടായിട്ടും ജീവിക്കുന്ന കുഞ്ഞാടാണ് നീ. വിളിച്ചു പറയണം. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ചേർത്ത് പിടിക്കുന്ന ജീവനുള്ള രക്ഷകനാണ് നീ. പ്രിയമുള്ളവരെ, അമ്മയോട് ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ, ഇതൊന്ന് പറയാമോ? പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഏറ്റു പറയാമോ? എന്തിനാ ഈ വിശ്വാസ പ്രമാണം? ഹൃദയത്തെ വിശ്വസിക്കുന്ന എന്ത് ചെയ്യണം? അധരം കൊണ്ട്. റോമർ 10:9. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അനുഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിന്റെ കുടുംബത്തിൽ പ്രഖ്യാപിക്കണം. യേശു കർത്താവാണ്, സകലത്തിനും മതിയായവനാണ്. പ്രഖ്യാപിക്കണം. ഒരമ്മ മറ്റെല്ലാം വിട്ടിട്ട് പറഞ്ഞു, നീ മാത്രമേ ഉള്ളൂ എനിക്കപ്പ പറയാനായിട്ട്, വേറെ ആരുമില്ല. നീയാണ് ഈ കുടുംബത്തിന് വേണ്ടി രക്തമൊഴുക്കിയ ജീവനുള്ള മസിഹ. ഈ കുടുംബത്തിന്റെ തകർച്ച മാറ്റുന്ന
ജീവനുള്ള കുഞ്ഞാട് നീയാണ്, ജീവനുള്ള രക്ഷകൻ നീയാണ്. ഒരമ്മ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ ചങ്കും പൊട്ടി ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവേ, പ്രിയമുള്ളവരെ, ഇതാ നാളുകൾക്ക് ശേഷം മൂത്ത മകൾ വന്ന അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാനെല്ലാം വിട്ടു, അമ്മ പേടിക്കണ്ട, എനിക്കാരെയാന്ന് അമ്മ ആലോചിച്ചാൽ മതി. പ്രിയമുള്ളവരെ, എങ്ങനെ വിട്ടു? ദൈവത്തിന്റെ വചനമുണ്ട്. ഹോശേയ പ്രവചനം 2:6 പറഞ്ഞു, നീ ദൈവത്തെ വിളിച്ച് ഏറ്റു പറഞ്ഞാൽ അവൻ നിന്റെ വീട്ടിൽ മുള്ളുവേലി കെട്ടി മതില് കെട്ടി പാപം കാണാതെ വണ്ണം തടസ്സമിടും. നന്ദി പറഞ്ഞേ ദൈവത്തിന്. ദൈവം എന്നാ പറഞ്ഞത്? മുള്ളുവേലി കെട്ടി മതില് കെട്ടി പാപം കാണാതെ വണ്ണം ദൈവം ഇടപെടുമെന്ന്. നീ ദൈവം ആരാണെന്ന് വിളിച്ചു പറഞ്ഞാൽ കണ്ടോ. അപ്പൊ ഇത്രയും നാള് നമ്മൾ പള്ളിയിലൊക്കെ വന്നിട്ട് ഈ കർത്താവിനെ ഏറ്റു പറഞ്ഞില്ല. കർത്താവിനെ ഏറ്റു പറയണം. യേശുവിനെ ഹൃദയം കൊണ്ട് ഏറ്റു പറയണം. അതരം കൊണ്ട് നമ്മൾ ഉച്ചരിക്കണം, വിളിച്ചു പറയണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്ത് കിട്ടുമെന്നറിയാമോ? 1 യോഹന്നാൻ 4:15. ആരെങ്കിലും യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ, 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ആരെങ്കിലും യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ഇതാ ദൈവം അവനിൽ വരും, അവൻ ദൈവത്തിൽ വസിക്കും. കൊണ്ട് ഒരു വീട്ടിൽ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ ദൈവം വരും. ദൈവം വരും. ദൈവം മാത്രമല്ല വരുന്നത്. കാരണം കോരിന്ത്യരുടെ പുസ്തകത്തിൽ പറയുകയാണ്, യേശു കർത്താവാന്ന് ആരെങ്കിലും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. ആര് വരും? ഒന്ന് പറഞ്ഞേ, ആരാ വരുന്നേ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഫലം അറിയാവോ എന്തൊക്കെയാന്ന്? പരിശുദ്ധാത്മാവിന്റെ ഫലം ഗലാത്യർ 5:22, സ്നേഹം, സന്തോഷം. അണ്ടോ, ഇത് വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നു. സ്നേഹമില്ല, എപ്പോഴും വെറുപ്പ് അല്ലേ? പിള്ളേർക്കെല്ലാം വെറുപ്പ് ആരോടാ? അമ്മയോട്. എപ്പോഴും പഠിക്കും പഠിക്കും പഠിക്കും, വെറുപ്പ് വരും. ജീവിത പങ്കാളിയോട് അല്പം വെറുപ്പ്, ഇച്ചിരി ഉള്ളു കേട്ടോ, പ്രശ്നമാണേ. സന്തോഷമില്ല, സമാധാനമില്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, യേശു ആരാണെന്ന് വിളിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വീട്ടിൽ വരും. 1 യോഹന്നാൻ 4:15 പറഞ്ഞു, പിതാവായ ദൈവം വരും. ഇതാ കൊരിന്ത്യരുടെ പുസ്തകത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് വരും. പ്രിയമുള്ളവരെ, ഒരു അമ്മ എന്നോട് പറഞ്ഞ എന്നാന്നറിയാമോ? അച്ഛാ, ഞാൻ സത്യത്തെ എൻ്റെ മക്കളുടെ കാര്യം മറന്നുപോയി. എനിക്ക് ഈ പള്ളി ചെന്ന് നിന്നാൽ ഈ അൻപുടിയോനൊക്കെ പാടുമ്പോൾ ചങ്ക് പൊട്ടുക. എനിക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന ഒരു തുടിക്കുന്ന ശരീരമുണ്ട്. അപ്പാ, നീയാണ് എൻ്റെ ജീവനുള്ള രക്ഷകൻ. ഒന്ന് വരാമോ? ഒരു നുറുക്കായി എൻ്റെ അടുക്ക വരാമോ? പ്രിയമുള്ളവര്, ദൈവം വീട്ടിൽ ഇറങ്ങി സഞ്ചരിച്ചു. കണ്ടോ, യേശു ആരാണെന്ന് വിളിച്ചു പറയണം. വിളിച്ചു പറഞ്ഞാൽ ദൈവം ഇടപെടും. രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്നാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം എടുക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലാണ് പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. താഴോട്ട് വരുമ്പോ എന്നാ കാണുന്നതെന്നറിയാമോ? 32-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. യേശു തമ്പുരാൻ എന്ത് ചെയ്തു? തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, യേശു തമ്പുരാൻ എന്താ ഇത്ര നാളെ സംസാരിക്കാതിരുന്നേ? യേശു ആരാണെന്ന് പറഞ്ഞില്ല. യേശു ആരാണെന്ന് പറഞ്ഞപ്പോൾ യേശു മനസ്സ് തുറന്നിടപെടാൻ തുടങ്ങി. എന്നോടും നിങ്ങളോടും പ്രിയമുള്ളവരെ, ദൈവം തുറന്ന് സംസാരിക്കും, ഉപദേശിക്കും. യേശു ആരാണെന്ന് പറയണം. ദൈവം നമ്മളോട് ഇടപെടും, തുറന്ന് സംസാരിക്കും. ദൈവം സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ദൈവം സംസാരിച്ചു, നിന്നിൽ ഒരു ധനവാനുണ്ട്, ഈ ക്ഷാമമെല്ലാം മാറുമെന്ന്.
ഈ ക്ഷാമമെല്ലാം മാറും. ഒരു ധനവാൻ നിന്നിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ദൈവം വന്നേച്ച് പറയുന്നു, ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്, ഇവിടെ ദൈവത്തിന്റെ അരൂപിയുണ്ട്. കണ്ടോ, തുറന്ന് സംസാരിക്കും. ഇത് നമ്മളിൽ സംഭവിക്കണം. ഒരമ്മ പറഞ്ഞു, അച്ഛാ, മക്കളുടെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി, എനിക്ക് പ്രാർത്ഥിക്കാൻ ഉത്സാഹം വരികയാണ്, ദൈവത്തെ വിളിക്കാൻ താല്പര്യം വരികയാണ്. ഞാൻ ഇത്രയും നാളും വേദപുസ്തകം വായിക്കുന്നില്ലായിരുന്നു, പക്ഷെ വേദപുസ്തകം വായിക്കാൻ ഉത്സാഹം. പള്ളിയിൽ അതിരാവിലെ പോകും, മറ്റേ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കത്തില്ല. അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകും. അതാണ് എൻ്റെ ഉത്സാഹം. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതാ, കർത്താവ് ഇറങ്ങി സഞ്ചരിക്കും. നമ്മുടെ വീട്ടിൽ കൂടെ കർത്താവ് സഞ്ചരിക്കും, ഇടപെടും, വെളിപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ആരാണെന്ന് നമ്മളങ്ങോട്ട് ഏറ്റു പറയണം. ഇത് പറഞ്ഞാൽ കർത്താവ് ഇടപെടും. ഇത് പറഞ്ഞാൽ ഒരു അനുഗ്രഹം എന്നാന്നറിയുമോ? അൻപുടിയോ എന്നുള്ള പാട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാന്ന് പറയാമോ? വിശുദ്ധ കുർബാനയിൽ അൻപുടിയോൻ എന്ന പാട്ട് കഴിയുമ്പോൾ ഉടനെ ചൊല്ലുന്ന പാട്ട് ഏതാ? അല്ല, പ്രാർത്ഥന. സ്വർഗസ്ഥനായ യേശു ഈ ഭൂമി വന്നത് എന്നെ നിങ്ങൾ ഒരു പേര് പഠിപ്പിക്കാനാണ്. ആ പേരേതാന്നറിയാമോ? പിതാവ്. ഒന്ന് പറഞ്ഞേ, പിതാവ്. മറ്റൊരു മതത്തിലും ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നില്ല, അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നില്ല. യേശു ഈ ഭൂമി വന്നത് നമ്മളെ കൊണ്ട് ഏറ്റവും ആദ്യം തന്നെ ചൊല്ലിപ്പിക്കാൻ ആഗ്രഹിച്ചത് അപ്പ എന്നാണ്. എന്താണ് ചൊല്ലേണ്ടത്? അപ്പ. എബ്രായ ഭാഷയിൽ ആബാ. അബ എന്ന് പറഞ്ഞാൽ നിങ്ങള് യെരുശലേമിലൊക്കെ പോകുന്ന ചില വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ കണ്ടു, യെരുശലേമിലെ ചില വീഡിയോ കണ്ടുമ്പോൾ ഇങ്ങനെ പിള്ളേര് അപ്പൻ്റെ ഒക്കെ പുറകെ ഇങ്ങനെ ഓടി ഓടി പോകുമ്പോൾ അവർ വിളിക്കുന്നതിന് ആബാ. എന്നെ വിളിക്കുന്നേ ആബാ, അപ്പനെ വിളിക്കുന്ന. അവിടെയുള്ള കുഞ്ഞുങ്ങൾ അപ്പനെ വിളിക്കുന്ന പേരാണ് ആബാ. എന്നെ വിളിക്കുന്നേ ആബാ. കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകത. യേശു എമ്പുരാൻ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ വിളിക്കാൻ പഠിപ്പിച്ച പേരെന്താണെന്നറിയാമോ? ആബാ. എന്താ വിളിക്കണ്ടേ? കണ്ടോ, യേശു ആരാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മക്കളായിത്തീരും. യേശു ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിത്തീരും? ഇതാ, നമ്മളൊന്നും അറിയാതെ ചില കാര്യം നടക്കുക. യേശു ആരാണെന്ന് പറയുമ്പോൾ പിതാവ് വരും. യേശു ആരാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. കണ്ടോ, യേശു ആരാണെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കാര്യസ്ഥവും സ്വർഗം ഏറ്റെടുക്കും. യേശു ആരാണെന്ന് പറയുമ്പോൾ നമ്മൾ മക്കളായിത്തീരും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, പുത്രന്മാരാകിയാൽ ആബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള ആത്മാവിനെ തരും. യേശു ആരാണെന്ന് പറയുന്നവർ മക്കളാകാൻ അവകാശം കിട്ടും. യേശുവിനെ ഏറ്റുപറയുന്നവർക്കുള്ള അവകാശമാണ് എന്ത്? മക്കളാകാനുള്ള അവകാശം. മക്കളായാൽ പ്രിയമുള്ളവരെ, ദൈവത്തെ വിളിക്കാൻ നമുക്കൊരു പേര് തരിക. എന്താ പേര്? ആബാ പിതാവേ. എന്താ വിളിക്കണ്ടേ? ആബാ പിതാവേ. വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം ഇത് എഴുതിയിട്ടുണ്ട്. ആബാ പിതാവേ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ ആരും ഇനി പേടിക്കരുതെന്ന്. ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് വിളിക്കണം, ആബാ. വിളിച്ചാ ദൈവം ഇടപെടും. അതിനുള്ള ശക്തിയുടെ ആത്മാവായത്, അവകാശത്തിന്റെ ആത്മാവാണ്. നീ മകനാണ്, മകളാണ്. യേശു ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ദൈവത്തിന്റെ മക്കളായി തീരുക. ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആത്മാവ്. എത്ര വട്ടം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലി ഇല്ലേ? എത്ര വട്ടം ചൊല്ലി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷേ എന്താണ് ഇതിന്റെ ആഴമെന്ന് മനസ്സിലായില്ല. പക്ഷെ എനിക്കിത് ഈ അടുത്ത നാളിൽ മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ ആഴം എന്താണെന്ന് ഈ അടുത്ത നാളിലാണ് മനസ്സിലായത്. അട്ടപ്പാടി ആശ്രമത്തിൽ നമുക്കൊരു സ്കൂളുണ്ട്. അവിടെ ഒരു ബാലികാ ഭവനമുണ്ട്, ബാലഭവനമുണ്ട്. ആദിവാസി കുട്ടികൾ താമസിക്കുന്നു. കൊറോണയുടെ മുമ്പേ 80 കുട്ടികൾ താമസിക്കുന്നു. ഇപ്പം അതെല്ലാം കുറഞ്ഞ് 40ആയി. അതിൽ ആദിവാസി കുട്ടികളല്ലാത്ത 2 കുട്ടികളുണ്ട്. അവരുടെ പേരാണ് സ്നേഹ, സച്ചു.
നിങ്ങൾ ചിലപ്പോൾ അവരെ അറിഞ്ഞിട്ടുണ്ടാകും. പത്രമാധ്യമങ്ങളിലും വനിതയിലുമൊക്കെ അവരെക്കുറിച്ച് വന്നിട്ടുണ്ട്. സ്നേഹ സച്ചു രണ്ടുപേരും ജനിച്ചപ്പോൾ ചെവി കേൾക്കില്ല, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റില്ല. സ്നേഹ മൂത്തുകുട്ടി ജന്മന ബദിരിയാണ്, അതുകൊണ്ട് തന്നെ മൂകമായ അവസ്ഥ. ഒന്നും കേൾക്കാത്തതുകൊണ്ട് എന്നാ ഈ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. തൊട്ടുപുറകെ സച്ചു ജനിച്ചു, അവനും അങ്ങനെ തന്നെ ബദിരയും മൂകയുമായി തീർന്നു. പ്രിയമുള്ളവരെ, സ്നേഹയ്ക്ക് 3.5 വയസ്സും സച്ചുവിന് 1.5 വയസ്സും ഉള്ളപ്പോൾ മാതാപിതാക്കൾ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു. അവരെ ഈ ലോകത്തിൽ തനിച്ചാക്കി അവർ ശബ്ദങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് പോയി. അവരുടെ പിഞ്ചോമനകളുടെ ശബ്ദമില്ലാത്ത ലോകം അവർക്ക് സഹിക്കാൻ പറ്റാതെ ശബ്ദമില്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് അവർ പോകാൻ സ്വയം തെരഞ്ഞെടുത്തു, ആത്മഹത്യ ചെയ്തു. 2 കുട്ടികൾ അനാഥമായി ഒരു വീട്ടിൽ. അമ്മ അല്പം കഴിഞ്ഞാണ് മരിച്ചത്. അമ്മ പറഞ്ഞിരുന്നു, ഈ കുട്ടികളെ ആശ്രമത്തിൽ കൊടുക്കണം. അങ്ങനെ സ്നേഹയും സച്ചും 1.5 വയസ്സും 3.5 വയസ്സും ഉള്ളപ്പോൾ അട്ടപ്പാടി ആശ്രമത്തിലെത്തി. വന്ദനായ പോൾ റമ്പാച്ചനും യൂഹാനോൻ റമ്പാച്ചനും ഒക്കെ അവരെ വളരെ സ്നേഹത്തോടുകൂടി വളർത്തുകയാണ്. ഇതാ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചെവിക്കുള്ളിലെ നെർവ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ ചെവി കേൾക്കാൻ പറ്റും എന്ന ഡോക്ടർ പറഞ്ഞു. നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ മനോജ്, കോഴിക്കോടുള്ളതാണ്. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. അന്ന് 15 ലക്ഷം രൂപയാണ് ചെലവ്. പ്രിയമുള്ളവർ, 2 കുട്ടികളെയും ഓപ്പറേഷൻ ചെയ്തു. അവർക്ക് കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടപ്പോൾ അവർ വാ പൊളിച്ചു. ആദ്യമായിട്ട് കേൾക്കുക. നമ്മളിപ്പോൾ ചെറിയ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് കാക്കയുടെ ശബ്ദം കേൾക്കാൻ പറ്റി, ചെറിയ സൗണ്ടുകൾ കേൾക്കാൻ പറ്റി. ഫാന് കറങ്ങുന്നു, എല്ലാം വെപ്രാളപ്പെട്ട് നോക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ സ്പീച്ച് തെറാപ്പിയിലൂടെ അവർ സംസാരിക്കാൻ പഠിച്ചു. അവരാശ്രമത്തിൽ വളർന്നു. സച്ചു ഏതാണ്ട് 8ാം ക്ലാസ്സിലൊക്കെ എത്തി. സ്നേഹം 9ാം ക്ലാസ്സിലും എത്തി. നിങ്ങൾക്കറിയാമല്ലോ, ആശ്രമത്തിൽ അച്ഛനെ നന്നായിട്ടറിയാം. കഞ്ഞിയും പയറും കിട്ടും. എന്നാ കിട്ടുന്നേ? രാവിലെ കഞ്ഞിയും പയറും കിട്ടി, കുഴപ്പമുണ്ടോ? ഇല്ല. ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കിട്ടി, കുഴപ്പമുണ്ടോ? ഇല്ല. വൈകിട്ട് കിട്ടി കഞ്ഞിയും പയറും, കുഴപ്പമുണ്ടോ? ഇച്ചിരി പ്രശ്നമുണ്ട്. വൈകുന്നേരം ആയപ്പോ അയ്യോ അല്ലേ? പിറ്റേ ദിവസം നമുക്ക് എന്നാ കിട്ടി? കഞ്ഞിയും പയറും. അയ്യോ. അപ്പോഴാണ് സ്നേഹം സച്ചു സ്കൂളിൽ പോകുന്നത്. അവർ സ്കൂളിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത് ഒരുത്തിന് എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രശ്നമായി. ഇപ്പൊ നല്ല ഒരു സന്തോഷമുണ്ടല്ലേ? കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചു ആദ്യമായിട്ട് കേൾക്കുക. എന്നതാണ് കുഴിമന്തി? അവനുള്ളിൽ ഇങ്ങനെ എന്താ ഇത്? അപ്പൊ അവനെന്ത് ചെയ്തു? ചുറ്റുപാത്രം ഇച്ചിരി തുറന്നിട്ട് മണപ്പിച്ചു, അടച്ചു വെച്ചു. നല്ല പണിയാണ് കേട്ടോ. സച്ചുവിന് എന്നാ കിട്ടി? കഞ്ഞിയുടെയും പയറിന്റെ സ്മെല്ലിൽ നിന്ന് മാറി ഏത് സ്മെല്ലായി? പ്രിയമുള്ളവരെ, താഴെ വന്ന് റമ്പാച്ചന്മാരോട് കുഴിമന്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഏറ്റവും ജൂനിയർ അച്ഛൻ ഞാൻ. അപ്പൊ ഇനി വന്നതിനോടനെ എൻ്റെ അടുക്ക വന്നു. എന്നോട് പറഞ്ഞ, അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാമോ? ഞാൻ പറഞ്ഞ, ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് മന്തിക്കുഴി വേണം. ഞാൻ ആദ്യം ഞെട്ടി, ഇതെന്നാ കുഴി? അപ്പൊ എനിക്ക് മനസ്സിലായി, മന്തിക്കുഴിയല്ല ഇത്. ഇതെന്നാ സാധനം? കുഴിമന്തിയാണ്. ഞാൻ പറഞ്ഞ, എടാ സച്ചു, ഇത് മന്തിക്കുഴിയല്ല, ഇതെന്നാ സാധനം? കുഴിമന്തി, ഇത് വേണം. ഞാൻ പറഞ്ഞടാ, നമ്മൾ ആശ്രമത്തിൽ താമസിക്കുക, നമുക്കേത് പറ്റത്തില്ല? കുഴിമന്തി പറ്റത്തില്ല. സങ്കടമായി.
പ്രയാസമായി. ഇതിൻ്റെ മൂത്തതാണ് സ്നേഹ. അവൾക്ക് ഇത്രയും വർത്തമാനം പറയാൻ കിട്ടത്തില്ല. അവൾ സ്കൂളിൽ ചെന്നപ്പോൾ താണ്ട് കൂടെ ഇരിക്കുന്നവര് പൊറോട്ടയും ബീഫും കൊണ്ട് വന്നിരിക്കുക. ഏതാ വന്നേ? കപ്പലിട്ട് ഓടിക്കാൻ. പൊറോട്ടയും ബീഫും. സ്നേഹയ്ക്ക് കൊതിയായി. എന്നാ വേണം? പ്രിയമുള്ളവരെ, എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, അച്ഛാ പൊറോട്ടയും ബീഫും മേടിച്ചു തരാമോ? നിങ്ങൾ പറ, എന്നാ പറയണം? ഈ സ്നേഹ ഇടയ്ക്ക് വെച്ച് വലുതായപ്പോൾ പറയുക, എനിക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നാ മേടിക്കും? മേടിക്കില്ലേ? എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾ ഓർക്കണം, ഞായറാഴ്ച ദിവസം ആദിവാസി കുട്ടികളെ കാണാൻ അമ്മമാർ വരും. അവരുടെ മുഴുവൻ തല ചീകുന്നു, പേൻ നോക്കുന്നു. സ്നേഹം നോക്കുമ്പോൾ പേൻ നോക്കാൻ ആരുമില്ല, തല ചീകാൻ ആരുമില്ല. അയ്യോ, ഞായറാഴ്ച ഭയങ്കര അസ്വസ്ഥത ഇവർക്ക്. കർത്താവ് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം ഞാൻ ആശ്രമത്തിൻ്റെ തൊട്ട് തരത്തുള്ള സ്ഥലമാണ് മണ്ണാർക്കാട്. ഞാൻ ആ പള്ളിയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലായി തൊട്ടടുത്ത 1 മണിക്കൂർ യാത്ര. എന്നോട് ചോദിച്ചു, അച്ഛൻ എവിടെ പോവാ? ഞാൻ പറഞ്ഞു, മണ്ണാർക്കാട് പള്ളിയിൽ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? ഞാൻ ചോദിച്ചു, എന്താ? തിരിച്ചു വരുമ്പോൾ പൊറോട്ടയും ബീഫും മേടിക്കണം. ഡീൽ അല്ലേ? ഡീൽ. ഞാനും സമ്മതിച്ചു. ഞാൻ പറഞ്ഞു മേടിക്കാം. പ്രിയമുള്ളവർ, പോകാൻ ഒരുങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആശ്രമത്തിലെ ഭക്ഷണം എത്ര മണിക്കാണെന്നറിയാമോ? 8:30. ഞാൻ വരുന്നില്ല ആ സമയത്ത്. ആ പള്ളിയിലെ പ്രസംഗം കഴിയുമ്പോൾ 9 മണി. അവിടുന്ന് അവർ ഭക്ഷണം കഴിക്കാതെ എന്നെ വിടുവോ? വിടത്തില്ല. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എത്രയാവും? 9:30. ഞാൻ അവിടുന്ന് 1 മണിക്കൂർ എടുക്കും. 10:30. ഞാൻ പറഞ്ഞു, സച്ചു പ്രശ്നമാണ്, പൊറോട്ടയും ബീഫും പണി നടക്കില്ല. കാരണം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെസ്സാളിൽ പോയി കഞ്ഞി കുടിക്കണം അല്ലേ? ഞാൻ വരുമ്പോൾ 10:30 ആകും. അപ്പോൾ പിന്നെ ഇത് നടക്കത്തില്ല. അപ്പം സച്ചു എന്നെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചതെന്താ? ഇന്ന് കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ ഇച്ചിരേ എടുക്കത്തുള്ളൂ. എത്ര എടുക്കത്തുള്ളൂ? ഇച്ചിരേ എടുക്കത്തുള്ളൂ. ഞാൻ ഇങ്ങനെ എല്ലാവരും കുടിക്കുന്നിടം വരെ ചവച്ചോണ്ടിരിക്കാം. അച്ഛൻ എന്നാ കൊണ്ടുവന്നാൽ മതി? പൊറോട്ടയും ബീഫും കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹ ഞാൻ അവളോട് പറയാം, അവളും ചെയ്യും. ഞാൻ പറഞ്ഞു, രാത്രി വരുമ്പോൾ ഇത് രണ്ടും 2 സ്ഥലത്താണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ കൊടുക്കും? അപ്പോൾ അവൻ പറഞ്ഞു, ജനലിൻ്റെ കുറ്റി ഇടത്തില്ല അച്ഛാ. ഇങ്ങനെയൊക്കെ പരിപാടിയുണ്ട്, പഠിച്ചോ കേട്ടോ. അപ്പോൾ അത് തുറന്നിട്ട് കൂടെ അങ്ങോട്ട് വെച്ചാൽ മതി, കഴിച്ചോളാം. ശരി, ഞാൻ പോയി. എൻ്റെ പ്രിയമുള്ളവർ, മണ്ണാർക്കാട് പള്ളിയിൽ പോയി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. നിങ്ങളറിയാമല്ലോ, ഞാൻ ഈ സമയത്ത് ശുശ്രൂഷ നടക്കുമ്പോഴെല്ലാം തലയ്ക്കകത്തൂടെ എന്ത് നടക്കുവാണ്? പൊറോട്ട ബീഫ്. അയ്യോ, ഇങ്ങനെ നടക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ധൃതി. അപ്പോൾ ഈ മണ്ണാർക്കാട് പള്ളിയിലെ ആൾക്കാർ ഓർക്ക്, ഈ അച്ഛൻ ഭക്ഷണം കണ്ടിട്ടില്ലാത്ത മനുഷ്യനാണ്, എന്തൊരു സ്പീഡ്, എന്തൊരു തീറ്റി. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എന്നാ പോയി മേടിക്കാൻ? കടയടച്ചു പോവേ. പ്രിയമുള്ളവർ, ഞാൻ ഇങ്ങനെ ധൃതി വെക്കുക. വികാരി അച്ഛൻ എന്താണ്? ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് വേഗം പോകണം. അവരൊന്നും കഴിക്കാൻ ഞാൻ നിന്നില്ല. ഞാൻ കൈകടി, വേഗം എടുക്കുക, എല്ലാം എടുത്തു. ഇത് പറയാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ സ്പീഡിൽ കഴിച്ച് ഇങ്ങോട്ട് വണ്ടി കയറാൻ നേരത്ത് ഒരമ്മച്ചി ഒരു പേപ്പറും കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞോ, ഞാൻ വലിയ പ്രയാസത്തിൽ, എൻ്റെ പ്രയാസം ഈ പേപ്പറിലുണ്ട്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അമ്മച്ചി, പൊറോട്ട ബീഫാ തലയ്ക്കകത്ത്. തലയ്ക്കകത്ത് എന്നാ? പൊറോട്ടയും ബീഫും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അമ്മച്ചി. പ്രിയമുള്ളവര്, ഞാൻ ഈ പേപ്പർ എടുത്ത് വണ്ടിയുടെ ഒരു ലൈറ്റ് അങ്ങ് കത്തിക്കിട കെട്ടില്ല. ആ സമയത്ത് തുടക്കം മാത്രം ഒന്ന് വായിച്ചു. അയ്യോ, തുടക്കം വായിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. ദൈവമേ, ഈ അമ്മ വലിയ പ്രയാസത്തിലാണല്ലോ. 2-3 സെന്റൻസ് കൂടെ താഴോട്ട് വായിച്ചു. ലൈറ്റ് അങ്ങ് കെട്ടുപോയി, നിർത്തി. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതങ്ങ് കയറി. അമ്മയുടെ വലിയ നൊമ്പരത്തിൻ്റെ കഥയുടെ തുടക്കം ഇങ്ങനെ കയറി. എൻ്റെ തലയിൽ മുഴുവൻ അതായി. വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പള്ളിമുറ്റത്ത് നിന്ന് ഇറങ്ങി. ഞാൻ പോലും അറിഞ്ഞില്ല. അട്ടപ്പാടിയുടെ ചുരം ഇങ്ങനെ കയറി പോവുക.
എൻ്റെ മനസ്സിൽ മുഴുവൻ പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിന്റെ തകർച്ചയുടെ ചിത്രം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. ഇതും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ആശ്രമത്തിലേക്ക് തിരിയുന്ന ഗൂളിക്കടവെത്തി. എവിടെ എത്തി? ഗൂളിക്കടവെത്തി. തിരിഞ്ഞു. കുറെ മുന്നോട്ട് ചെന്നപ്പോൾ ആരാണ്ട് തലക്കത്ത് പറഞ്ഞു, എവിടെയാടാ? പൊറോട്ടി ബീഫും. ആരായി പറഞ്ഞേ? സച്ചു. സമയം നോക്കി 10:45. തിരിച്ചു. നേരെ തിരിച്ച് ഗൂളിക്കട വെച്ചെന്ന്. സോനു അച്ഛൻ അറിയാം, തലശ്ശേരി ഹോട്ടൽ. അച്ഛനോടെ ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു. തലശ്ശേരി ഹോട്ടൽ. നേരെ ചെന്നപ്പോ തുറന്നു കിടക്കുന്നു. എന്തൊരു ആശ്വാസം. ചെന്നു, ചോദിച്ചു, പൊറോട്ടയുണ്ടോ? യെസ്. അവർ പറഞ്ഞു പൊറോട്ടയുണ്ട്. ബീഫുണ്ടോ? ഇല്ല. പിന്നെ എന്നാ ഉണ്ട്? മുട്ടക്കറി ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട. അടുത്ത സ്ഥലത്തോട്ട് പോയി. അച്ഛനറിയാം അടുത്ത സ്ഥലം അഗളി. അഗളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഹോട്ടൽ അടച്ചിട്ടില്ല. സന്തോഷമായി ചെന്നു. പൊറോട്ടയുണ്ടോ? ഇല്ല. പിന്നെ എന്നാ ഉള്ളേ? ചപ്പാത്തി. ആയിക്കോട്ടെ. ബീഫുണ്ടോ? ഇല്ല. പിന്നെ എന്നാ ഉള്ളേ? വെജിറ്റബിൾ കുറുമ. വെച്ചോളാൻ പറഞ്ഞു. ഇതും കൊണ്ട് എന്നാൽ പ്രശ്നമാവില്ലേ? അല്ലേ? ഓപ്ഷൻ ഏത് മാത്രം? പൊറോട്ട, ബീഫ്. ഞാൻ ഓർത്ത് ഇതിലും ബെസ്റ്റ് ഏതാണ്? പൊറോട്ടയും മുട്ടക്കറി. ഏതാ നല്ലത്? ചപ്പാത്തിയും പച്ചക്കറിയും മേടിച്ചുകൊണ്ട് പോണേല് നല്ലത് ഏതാണ്? പൊറോട്ടയും മുട്ടക്കറി. അത്രയുമായി തിരിച്ചു വിട്ടപ്പോ പ്രിയമുള്ളവര് കടയുടെ ഷട്ടർ ഇട്ട് വെച്ചിരിക്കുക. അപ്പോഴത്തേക്കിന് 11:10. 2 പിള്ളേര് കഞ്ഞി കുടിക്കാതെ ഇങ്ങനെ വിശന്നിരിക്കുക. ഒരപ്പൻ പൊറോട്ടയും കൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇല്ലേ? ഒരപ്പൻ എന്നാ കൊണ്ടുവരും? നിങ്ങളിങ്ങനെയല്ലേ പിള്ളേരെ? എന്തേലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് അപ്പൻ ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കുക. ഞാൻ പണ്ടിങ്ങനെ ഒരു സ്കൂൾ ബാഗ്, എനിക്ക് സ്കൂൾ ബാഗില്ല. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു എനിക്കൊരു സ്കൂൾ ബാഗ് വേണം. എന്നും ഇങ്ങനെ നോക്കിയിരിക്കും. വല്ല ബാഗ് കൊണ്ട് ഒരു ബാഗില്ല. എന്തോ ഒരു വിഷമാണെന്നറിയാം. പിന്നെ വരുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ വരത്തില്ല, വിളിച്ചാലും വരത്തില്ല, പിണക്കമാണ്. പ്രിയമുള്ളവര്, ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓർത്ത്, ദൈവമേ, 2 പിള്ളേരും മുറിക്കകത്ത് ഉറങ്ങാതെ 11:15 പൊറോട്ട ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഒരുക്കി കാത്തിരിക്കുകയാണ്. എൻ്റെ കയ്യിലില്ല. സച്ചുവിന് ഒരു കാര്യമുണ്ട്, എൻ്റെ വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കും. അങ്ങനെ ഈ വന്നോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഞാൻ പോണ വഴിക്ക് തീരുമാനിച്ചു, ഇന്ന് വണ്ടി എവിടെ എടുത്തില്ല, അവിടെ എടുത്തില്ല. വേറൊരു പൊടിയുണ്ട്, അതിൻ്റെ ചൂട്ടിക്കൊണ്ടിടും. അപ്പൊ സച്ചു ഈ സ്ഥലത്തെ നോക്കത്തുള്ളൂ. പ്രിയമുള്ളവര്, ഞാൻ അങ്ങനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇട്ടു. പതുക്കെ പമ്മി റൂമ് തുറന്നു. എൻ്റെ തൊട്ടപ്പുറത്താണ് സച്ചുവിൻ്റെ റൂം. ഞാൻ ലൈറ്റൊന്നും വിടാതെ അകത്ത് കയറി. ഞാൻ നോക്കുമ്പോൾ സച്ചു ഇറങ്ങി ഇങ്ങനെ എത്തി വരഞ്ഞ് നോക്കുന്നു. പോർച്ചിൽ വണ്ടിയുണ്ട്, വണ്ടിയില്ല. അപ്പൊ ഞാൻ വന്നിട്ടില്ല, ഞാനവിടെ വന്നിട്ടുണ്ടേ, എന്താ ചെയ്യുന്നത്? അപ്പുറത്ത് വേറൊരു പെങ്കൊച്ച് ഇങ്ങനെ ജനലും തുറന്നു വെച്ചോണ്ടിരിക്കുകയായിരിക്കും. പൊറോട്ട കിട്ടുമെന്നും പറഞ്ഞു. കർത്താവ് പ്രിയമുള്ളവരെ, ഇത് കൊടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ, എല്ലാ ദിവസവും കുർബാനയുണ്ട് ആശ്രമത്തിൽ. രാവിലെ ഞാൻ പള്ളിയിൽ പോയി, തിരിച്ചു റൂമിലേക്ക് വരിക. കർത്തവപ്പായി ഇങ്ങനെ ഊരി തൂക്കിയിട്ടപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് 2 എണ്ണം കയറി വന്നു. 2 പേര് കയറി വന്നു. കുറ്റിയിട്ട് സച്ചു വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് എന്നോട് ഇങ്ങനെ, ആട്ടുമുട്ടന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചോദിച്ചു, എവിടെയാ പൊറോട്ട, എവിടെയാണ് ബീഫ്? ഇനി നുണയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനുള്ള കാര്യം പറഞ്ഞു, മറന്നുപോയി. എന്നാ പറഞ്ഞു? മറന്നുപോയി. എന്നെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഈ പിള്ളേർ അച്ഛ എന്ന് വിളിച്ചതാണെങ്കിൽ, മറന്നുപോയെന്ന് പറഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് സ്നേഹം എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കഴിഞ്ഞു, അപ്പ എന്താ മറന്നേ? ഞങ്ങൾ വിശന്നിരിക്കുമല്ലായിരുന്നോ? എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് മക്കളില്ലെങ്കിൽ പോലും അപ്പയെന്ന് വിളിച്ചപ്പോ തകർന്ന് ഞാൻ ഇല്ലാതായി. അപ്പേ എന്താ മറന്നേ? പ്രിയമുള്ളവര്, 2 പിള്ളേരും
കണ്ണങ്ങ് നിറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമോ? വരില്ല. ഞങ്ങൾക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ വരില്ല. ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുക. അപ്പം തന്നെ ഞാൻ ആശ്രമത്തിൽ എവിടെ പോയാലും റമ്പാച്ചന്മാരോട് പറയും, റമ്പാച്ച ഗൂളിക്കടവ് പോകട്ടോ, അഗളി പോകട്ടോ. അന്ന് മനസ്സിൽ പറഞ്ഞു, ഒന്നും ചോദിക്കണ്ട. നേരെ എടുത്തു പുളിഞ്ചോട്ടി കിടന്ന വണ്ടി എടുക്കുമ്പോൾ അവൻ പുറത്ത്, ആഹാ ഇവിടെയാ വണ്ടി ഇട്ടല്ലേ. മിണ്ടായിരിക്കടാ, റമ്പാച്ച താഴെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. തലേ ദിവസത്തെ തലശ്ശേരി ചെന്നു. അപ്പൊ അവർക്കറിയാം തലേ ദിവസം രാത്രിയിൽ എന്നാ ചോദിച്ചിട്ട് പോയ ആളാണ്. പൊറോട്ടയും ബീഫും. എൻ്റെ തലവട്ടം കണ്ട ഉടനെ ആള് പറഞ്ഞു, പൊറോട്ടയും ബീഫും അല്ലേ? ഞാൻ പറഞ്ഞതെ, ഓ ഇന്നലത്തെ പുള്ളിയുടെ വാശി തീർക്കാനായിട്ട് രാവിലെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, നിന്നെ ഇവിടെ വാ, ഇവിടെ വാ. എന്നാ? ഞാൻ പറഞ്ഞു 2 പാർസൽ. പുള്ളി ഓടുന്നു, എന്നെ ഇങ്ങനെ നോക്കി. ഇന്നലെ കെട്ടിയില്ലാത്തതിന് ഇത്രയും വാശിയോ? 2 എണ്ണോ? 2 പാർസൽ പൊറോട്ടയും ബീഫും. പ്രിയമുള്ളവരെ, രാവിലെ തന്നെ ഞാൻ വാങ്ങി. ഞാൻ കൊണ്ടു കൊടുത്തു. ഈ കുട്ടികൾ കഴിച്ചു. സ്കൂളിൽ ചെല്ലുമ്പോൾ പല പിള്ളേരും കൈമണപ്പിക്കും. ആശ്രമത്തിൽ കഞ്ഞി മാത്രം. ഈ കുട്ടികൾ കഴിച്ചു. കർത്താവേ, പ്രിയമുള്ളവരെ, എനിക്കിതൊന്നും അല്ല പറയാനുള്ളത്. നാളുകൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൂട്ടി ഞാൻ അന്ന് ദേവാലയത്തിൽ ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ച്. എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു പോകാത്തൊരു ശബ്ദം, അപ്പേ. ഒരു ശബ്ദം, അപ്പേ. ഞാൻ വേദപുസ്തകം എടുത്ത് തുറന്നു. ആരെങ്കിലും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ ഒന്ന് തുറക്കുന്നത് നല്ല കേട്ടോ. വേദപുസ്തകം എടുത്ത് തുറന്നു. യെരമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം. യെരമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അന്നേ ദിവസം ഞാൻ കാണുകയാണ്. എന്താണെന്നറിയാമോ ദൈവം പറഞ്ഞത്? ഞാനോ നിന്നെ ദത്തെടുത്തു എന്ന് പറഞ്ഞ വിലയ്ക്ക് മേടിച്ചെന്ന്, നീ എന്റേതല്ലായിരുന്നെന്ന്, വേറൊരു അപ്പന്റെ ആണ്. പക്ഷെ ഞാൻ നിന്നെ വിലക്കെടുത്തു. ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടതിന് എങ്ങനെയെന്ന്, നിനക്കിത് മനോഹര സ്ഥലം എങ്ങനെയെന്ന് തരേണ്ടതിന് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നു. അടുത്ത സെന്റൻസ് കർത്താവ് പറയുകയാണ്, നീ എന്നെ അപ്പാ എന്ന് വിളിക്കുമെന്ന് ഞാൻ ഓർത്തുപോയി. നീ എന്നെ വിളിക്കും? ദൈവം പറയുകയാണ്, നീ എന്നെ അപ്പാ എന്ന് വിളിക്കുമെന്ന് ഞാൻ ഓർത്തുപോയടാ. നീ ഇന്ന് വരെ വിളിച്ചില്ലെന്ന് മാത്രമല്ല, നിന്നെ നശിപ്പിക്കുന്നവരുടെ കൂടെ നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുക, മോള് വന്നിട്ട് എന്നെ വിളിക്കണം അപ്പാ. ഒരു ദൈവം നോക്കിയിരിക്കുകയാണ് അപ്പാ എന്ന് വിളിക്കുന്നത് കാണാൻ. എന്നെ ഒരു അപ്പാ എന്ന് വിളിച്ചപ്പോൾ ചങ്കും പറിച്ചു കൊടുക്കാനുള്ള വെമ്പലുണ്ടായെന്ന്. എന്ത് ചെയ്യാനുള്ള വെമ്പൽ? ഞാൻ ഒരു അപ്പനല്ലാഞ്ഞിട്ട് പോലും. എന്റെ പ്രിയമുള്ളവരെ, ദൈവം പറയുകയാണ്, ഇസ്രായേലേ, രക്തത്തിന്റെ വില കൊടുത്ത് നിന്നെ മേടിച്ചതാടാ ഞാൻ. പിശാച് എന്ന അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങി വില കൊടുത്ത്, എന്നിട്ട് മനോഹരമായൊരു കാനാൻ തരാൻ ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ വിചാരിച്ച് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്റെ അടുക്കൽ വരുമ്പോൾ അപ്പേ എന്ന് വിളിക്കുമെന്ന് ഓർത്തുപോയി ഞാൻ. എന്ന് വരെ വിളിച്ചില്ല. എന്നെ വേണ്ടല്ലേ? എത്ര സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി? ഒരു 100 വട്ടം ചൊല്ലി അല്ലേ? അപ്പയെന്ന് വിളിച്ചോ? വേറൊരു മതത്തിലും ഇങ്ങനെ പഠിപ്പിച്ചില്ല എന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഈ അർത്ഥം അറിഞ്ഞ് അപ്പാ എന്ന് വിളിച്ചാൽ ചങ്കു പറിച്ചോണ്ട് വരും. ആ സ്വന്തം ഓമന പുത്രൻ ഗെത്സമനയിൽ കിടന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യം. ഗെത്സമനിയിൽ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്തു വീണു. അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചത്, ആബാ
പിതാവേ, ലോകം മുഴുവൻ മുഴുങ്ങുന്ന രീതിയിൽ ഒരപ്പനെ വിളിക്കുകയാണ്, ആബാ പിതാവേ. യേശു വിളിച്ച വിളിയാണിത്, ആബാ പിതാവേ. നിങ്ങൾക്കറിയാവോ, യേശു ഈ ലോകത്തിൽ ശുശ്രൂഷ തുടങ്ങിയത് ആബാ എന്ന് വിളിച്ചാണ്. യെരുശലേമിൽ പെരുന്നാളിന് കൊണ്ടുപോയി കാണാതെ പോയി. മാതാപിതാക്കന്മാർ അന്വേഷിച്ചു വന്നപ്പോൾ യേശുമ്പുരാൻ പറഞ്ഞു, എന്റെ അപ്പയുടെ വീട്ടിലല്ലേ ഞാൻ ഇരിക്കേണ്ടത്. ആബാ എന്ന് വിളിച്ചു തുടങ്ങി. തീർന്നതും എങ്ങനെയാണ്? എന്നാ വിളിച്ച? ആ ക്രൂശിൽ കിടന്നോട് പറഞ്ഞു, പിതാവേ. എന്നാതായിരുന്നു? ഇതിന്റെ ഇടയ്ക്ക് ഒരു 100 വട്ടം വിളിച്ചില്ലേ, അപ്പാ 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 എന്ന്. ആ ഗെത്സമനെ തലേ രാത്രിയിൽ കർത്താവ് കിടന്ന് വിളിക്കുകയാണ്, അപ്പാ. ഈ വിളി സ്വർഗം കുലുങ്ങുമെന്ന് യേശുമ്പുരാൻ പറഞ്ഞു, നിന്നോട് എന്റെ അപ്പ അമ്മ നിന്നോട് പറയുകയാണ്, നീ വിളിക്കണം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച ചങ്കും പറിച്ചു വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, നീ ചോദിക്കുന്ന തരുവെന്ന്. കർത്താവ് എന്നിട്ട് സങ്കടം പറഞ്ഞു, വിളിക്കില്ലല്ലേ, എന്നെ വേണ്ടല്ലേ? എന്നെ വേണമായിരുന്നെങ്കിൽ ഈ ദേവാലയം ഇന്ന് നിറഞ്ഞ് കവിഞ്ഞേനെ. വേണ്ടല്ലേ? പെരുന്നാള് മതി നമുക്ക്, വെടിക്കെട്ട് മതി നമുക്ക്, അപ്പനെ വേണ്ട അല്ലേ? ഒരു പെണ്ണ് പറഞ്ഞു, എനിക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ മറക്കില്ലെന്ന്. സത്യമാണ് പ്രിയമുള്ളവരെ, സത്യമാണ്. ആകെയാ പ്രിയമുള്ളവരെ, പിതാക്കന്മാര് പറയുക, യേശു വിളിച്ച അപ്പാ വിളി എന്തായിരുന്നെന്നറിയാമോ? വെറും ഒരു ഡാഡി പപ്പ എന്നല്ല വിളിച്ചത്. യേശു വിളിച്ച അപ്പാ വിളി വെറും ഒരു ഡാഡി പപ്പ എന്നല്ല വിളിച്ചത്. താനിതാ ബലിപീഠത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞിട്ടും, ബലിയർപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന്, ബലിവസ്തുവാകാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അപ്പന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കാത്ത, അപ്പന്റെ ഇഷ്ടത്തെ മറികടക്കാത്ത അനുസരണമുള്ള മകനാണെന്ന് അന്ന് വിളിച്ചു പറയുന്ന, അപ്പേ ഇതാ ഞാൻ. ഉൽപ്പത്തി പുസ്തകം 22 എടുത്ത്, ഉൽപ്പത്തി പുസ്തകം 22 ഇതാ കൈയും കാലും കെട്ടപ്പെട്ടവനായി ബലിപീഠത്തിൽ ഒരുത്തൻ കിടക്കുകയാണ്. ആരാന്നറിയാമോ? വാഗ്ദത്ത പുത്രൻ. ആരാണ്? ഇസഹാക്ക്. ഇസഹാക്ക് ബലിപീഠത്തിൽ കയ്യും കാലും കെട്ടപ്പെട്ടവനായി കിടക്കുകയാണ്. അവൻ ആ അപ്പനെ നോക്കിയിട്ട് എന്താ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? ആ കയ്യും കാലും കെട്ടിയപ്പോൾ അബ്രഹാമിന്റെ കൈകൾക്ക് വിറയലുണ്ടായി. അബ്രഹാമിന്റെ നോട്ടത്തിന് പതർച്ചയുണ്ടായി. ആ മകന്റെ കഴുത്ത് നോക്കിയപ്പോൾ ഉൾത്തടം കീറിപ്പോകുന്നത് പോലെ തോന്നി. അപ്പോൾ ആ മകൻ 7-ാമത്തെ വാക്യം, അപ്പോൾ ഇസ്ഹാക്ക് അബ്രഹാമിനോട് അപ്പാ എന്ന് വിളിച്ചു. എന്നാ വിളിച്ചേ? ബലിപീഠത്തിൽ കിടന്നുകൊണ്ട് ഒരു മകൻ ബലി ചെയ്യാൻ പോകുന്ന അപ്പനെ നോക്കി, കത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ ഇതാ ഐ ആം ദി സാക്രിഫൈസ്. ഞാൻ തന്നെ ബലിവസ്തുവാണ്, അപ്പം പേടിക്കണ്ടെന്ന്. എന്റെ പ്രിയമുള്ളവര്, ഈ കുർബാന സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുന്നത് എന്തിനാണെന്നറിയാമോ? ഇങ്ങോട്ട് അപ്പവും മീനും മുട്ടയും മേടിച്ചുകൊണ്ട് പോകാനല്ല, ഇങ്ങോട്ട് അപ്പവും മീനും മുട്ടയും മേടിക്കാനല്ലെന്ന് പിതാക്കന്മാര് പറയുകയാണ്. ഈ ബലിയർപ്പണത്തിൽ നീ ബലിയാകാനുള്ള ഒരുക്കമാണ് അപ്പ എന്ന വിളിയിലൂടെ നടത്തേണ്ടത്. നീ എന്തായി തീരണം? ബലിയായി തീരണം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കാവോ? ന്യായാധിപന്മാരുടെ പുസ്തകം തപ്പിയാ കിട്ടുവോ? ന്യായാധിപന്മാരൊക്കെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ. നമ്മളെ മുമ്പേ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യമാണ് കണ്ടതെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു 36-ാമത്തെ വാക്യത്തിൽ അപ്പ കിടപ്പുണ്ട്. ഏതാണെന്നറിയാമോ?
11-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. ഇബ്താഹ് ഇസ്രയേലിനെ നശിപ്പിക്കുന്ന അമോന്യർക്കെതിരെ പടപൊരുതുകയാണ്. ഇബ്താഹിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇസ്രയേലിനെ നശിപ്പിക്കുന്ന അമോന്യരെ നശിപ്പിക്കണം, ഞാൻ നിന്റെ മേൽ അഭിഷേകം തരുന്നു. ആ മനുഷ്യൻ, പ്രിയമുള്ളവരെ, ഒരു നേർച്ച അങ്ങോട്ട് നേർന്നു. 31-ാമത്തെ വാക്യം. ഞാൻ അമോന്യരെ ജയിച്ച്, യുദ്ധം ചെയ്തിട്ടില്ല കേട്ടോ, അതിനു മുന്നേ അദ്ദേഹം പറയാണ്, ഞാൻ ജയിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ എതിരേൽക്കുന്നത് എന്താണോ അത് യഹോവയ്ക്കുള്ള ഹോമയാഗമാണ്. അത് ആർക്കുള്ള ഹോമയാഗമാണ്? പ്രിയമുള്ളവർ, വീട്ടിൽ ചെന്നപ്പോൾ ആരാ എതിരേറ്റത്? ഇബ്താഹിന്റെ മകൾ ഇതാ തപ്പോടും നൃത്തത്തോടും കൂടി എതിരേറ്റു. 36-ാമത്തെ വാക്യത്തിൽ എന്നെ കാണുന്നത്, 36-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, അപ്പേ. എന്നാ പറഞ്ഞേ? അപ്പേ. യെസ്, ഞാനാണ് ബലിവസ്തു. അപ്പാ വിളിയുടെ അർത്ഥം ഇതാണ്. ഇതാ ഇബ്താഹിന്റെ മകൾ അപ്പനെ വിളിച്ചു, അപ്പേ നീ വിഷമിക്കരുത്, ഞാനാണ് ബലിവസ്തു. എന്റെ പ്രിയമുള്ളവരെ, ഒരു കുർബാനയിൽ നിന്നിട്ട് അപ്പാ എന്ന് വിളിച്ചിട്ട് പറയണം, ഞാൻ ആരുടേതാണ്? ഞാൻ ആരുടേതാണ്? ആരുടെ? ആരുടെയെന്ന് ഉറപ്പുണ്ടോ നമുക്ക്? ആരുടെയാണ്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയാണ്, ഭാര്യയുടെയാണ്, മക്കളുടേതാണ്. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. 119-ാം സങ്കീർത്തനം 94-ാം വാക്യം. എത്രാം സങ്കീർത്തനം മക്കളെ? എത്ര സങ്കീർത്തനായിരുന്നു? 119. എത്രയാ? വീട്ടിൽ പോയിട്ട് വായിക്കാമോ? 8 വാക്യം വെച്ച് ഒരു ദിവസം വായിക്കാമോ? ഒരു ദിവസം 8 എണ്ണം വായിച്ചാൽ മതി. കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എത്ര വാക്യം വായിക്കാവുള്ളൂ? 8. അടുത്ത ദിവസം എന്ത് ചെയ്യണം? അടുത്ത 8. അടുത്ത ദിവസം എന്ത് ചെയ്യണം? വായിക്കാവോ? 24 ദിവസം വായിക്കുവോ? റെഡിയല്ലേ? അപ്പൊ അതിന്റെ 94-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, ഞാൻ നിനക്കുള്ളവൻ അത്രേ. ആർക്കാ? എനിക്കാണ്. ഞാൻ നിനക്കുള്ളവൻ അത്രേ. ഇതാ പള്ളി വന്നിട്ട് ആരോടാ പറയണ്ടേ? ആരോടാ പറയണ്ടേ? ദൈവത്തോട്. സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്നതിന്റെ അർത്ഥം ഇതാണ്, അപ്പാ ഞാൻ നിന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, അപ്പാ ഞാൻ നിന്റേതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം സംഭവിക്കും. എന്താണെന്നറിയാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ ഒരപ്പനോട് മകൻ പറഞ്ഞു, അപ്പാ ഞാൻ നിന്റേതല്ലേ, ഞാൻ മുടിയനായ പുത്രൻ, ഞാൻ നിന്റേതല്ലേ. അപ്പൊ ആ വീട്ടിലൊരു മൂത്ത ചേട്ടനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അപ്പന്റെ കൂടെ ഇത്രയും ഫുൾ ടൈം ഇരുന്നിട്ടും എനിക്കില്ല, ഒരു കുഞ്ഞാടിനെ പോലും തന്നിട്ടില്ല. അവന്റെ പരാതി കേട്ടപ്പോൾ ആ അപ്പന് ഒരു മറുപടി പറഞ്ഞു. 31-ാമത്തെ വാക്യം, മകനെ, ഒന്ന് പറഞ്ഞേ, മകളെ. അത് നിങ്ങളല്ല, നിങ്ങൾ എന്നാ പറഞ്ഞേ? മകനെ. എന്താ പറഞ്ഞേ? ഇവിടെ എന്നാ പറയണ്ടേ? മകളെ. ദൈവം പറയാണ്, എനിക്കുള്ളതെല്ലാം പറഞ്ഞേ നിന്റേതല്ലേ. ഇഷ്ടമാണോ? എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. നമ്മൾ അപ്പാ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഞാൻ നിന്റെ അല്ലേ, ഞാൻ നിന്റെ അല്ലേ. ഉടനെ ദൈവം പറയുകയാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. ആണോ? വിശ്വസിച്ചേ. ദൈവം പറയുക, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. നിന്റെ ജീവിതത്തിൽ അപ്പാ എന്ന് വിളിച്ച സ്വർഗം അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. ചങ്കം പറിച്ച് ഇറങ്ങി വരും, നിന്റെ കുടുംബത്തിൽ ഇറങ്ങും. കർത്താവിനോട് പറയും, കർത്താവേ ഞാൻ നിന്റേതല്ലേ. ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? ദൈവത്തിന്. ഒന്നാം സ്ഥാനം ആർക്കാ?
ദൈവത്തിന്. അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഫോൺ പിടിച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? ഫോണും പിടിച്ചോണ്ടിരിക്കുന്ന ഒന്നാം സ്ഥാനം ആർക്കാ? ഫോണിന്. കുർബാന നടക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചാൽ എടുക്കാൻ പാടുണ്ടോ? ഇല്ല, അതങ്ങ് മാറ്റി വെക്കണം കേട്ടോ. അതൊക്കെ മാറ്റി വെക്കുന്നതിന്റെ പേരെ ഈ ഒന്നാം സ്ഥാനം കൊടുക്കുക. എന്നാ കൊടുക്കണം? ഒന്നാം സ്ഥാനം. നിന്റെ വീട്ടിൽ ഒന്നാം സ്ഥാനം ഉണ്ടോ? ദൈവത്തിന് ഉണ്ടോ? ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒന്നാം സ്ഥാനം. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ടി വിയും കണ്ടുകൊണ്ടിരുന്ന എല്ലാം കഴിച്ചിട്ട് വായിക്കോട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ആ പിള്ളേര് തോണ്ടാൻ തുടങ്ങി. അപ്പ അല്ലേ? കർത്താവ് ഇത് കണ്ടിട്ട് യേശയ്യാവിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ്. കർത്താവ് ഇങ്ങനെ കേരളത്തിൽ മൊത്തം നോക്കുക കേട്ടോ. കേരളത്തെ മൊത്തം എന്ത് ചെയ്യുന്നു? എല്ലാ വീട്ടിലും പ്രാർത്ഥന. എല്ലാ വീട്ടിലും എന്നാണ്? കുറച്ച് പേര് വായിക്കൊട്ട വിടുന്നു, കുറച്ച് പേര് ഫോൺ എടുക്കുന്നു, കുറച്ച് പേര് തൂണ്ടി കളിക്കുന്നു. ഇങ്ങനത്തെ വിരൽ വെച്ചിട്ടൊരു കളി ഉണ്ടായിരുന്നു അല്ലേ? അത് കളിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലര് ഷാളിന്റെ അകത്തൂടെ പരിപാടി നടത്തുന്നു. ഇതെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുക? ദൈവം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഒരു വീട്ടിൽ ഒരു കൊച്ചനിരുന്നിട്ട്, അപ്പാ ഞാൻ നിന്റെ അല്ലേ അപ്പാ, ദൈവം ഇറങ്ങാതിരിക്കുവോ? ദൈവം ഇറങ്ങാതിരിക്കുവോ? ഇറങ്ങും. ഈ വെൺമണിയിൽ ഓരോ കുടുംബത്തിലും പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അപ്പാ എന്ന് വിളിച്ച് ഏത് വീട്ടിൽ പ്രാർത്ഥിക്കുന്നോ സ്വർഗം ഇങ്ങനെ ആഗ്രഹിച്ച് നോക്കിയിരിക്കുകയാണ് ഇറങ്ങി വരാൻ. കർത്താവ് ഇറങ്ങും. ആ വീട്ടിൽ ഒന്നാം സ്ഥാനം കൊണ്ട് കൊടുക്കണം. കർത്താവ് അപ്പോൾ പറയും, എന്റേതെല്ലാം. യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, പിതാവേ എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, നിന്റേതെല്ലാം എന്റേതുമല്ലേ. എനിക്കിഷ്ടമുള്ളൊരു വാക്യം യോഹന്നാൻ 17:10 വാക്യം. എന്റേതെല്ലാം നിന്റേതല്ലേ, നിന്റേതെല്ലാം എന്റേതല്ലേ. ഇതാരാ പറഞ്ഞത്? യേശുമ്പരം പറയാ, എന്റേതെല്ലാം നിന്റേതല്ലേ, നിന്റേതെല്ലാം എന്റേതല്ലേ. അപ്പൊ ഈ ശരീരം ആരുടെയാ? ശരീരം ആരുടേതാ? ആരുടെയാ? പ്രിയമുള്ളവർ, ഒത്തിരി രോഗമുള്ള, പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, തളർച്ചയുള്ള, അസ്വസ്ഥതയുള്ള അനേകരിപ്പുണ്ട്. 1 കൊരിന്ത്യരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. ശരീരം കർത്താവിൻ്റെതാണ്. ശരീരം ആരുടേതാണ്? കർത്താവ് ശരീരത്തിൻ്റെതാണ്. കർത്താവ് ആരുടേതാണ്? ഇതൊന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൗഖ്യം വരും കേട്ടോ. ഒന്ന് പറയാമോ? ശരീരം കർത്താവിനും. ഇത്രേ ശബ്ദമുള്ളൂ. ഉറങ്ങിയവരെല്ലാം ഒന്ന് നന്ന ഒച്ചത്തിൽ പറഞ്ഞേ, ശരീരം കർത്താവിനും. ഇത്രയും പേര് ഉറങ്ങി അച്ഛാ. ഉറങ്ങിയവരെല്ലാം ഒച്ചത്തിൽ പറയാൻ പറഞ്ഞപ്പോൾ ഇത്രയും പേര് കണ്ടോ, ഇത്രയും പേര് ഉറങ്ങി അല്ലേ? ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും. ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞത്, ഇനി കർത്താവിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേ. ശരീരം ആരുടെ? വിശ്വസിച്ചേ. ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും. എന്റേതെല്ലാം നിന്റേതല്ലേ, നിനക്കുള്ളതെല്ലാം എന്റേതല്ലേ. അപ്പോ എന്നെ അനുഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ഞാനൊരു പാട്ടിന്റെ വരി ചൊല്ലിത്തരാം കേട്ടോ. പാടാമോ? നമ്മുടെ ആ കീബോർഡ് വായിക്കുന്ന പയ്യനോ? ഞാനൊരു പാട്ടിന്റെ വരി പറഞ്ഞു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. മകനെ നീ എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, മകനെ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. മകനെ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. പഠിച്ചു കഴിഞ്ഞു, പാട്ട് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. പാടിത്തരട്ടെ? റെഡിയാണോ? ആരോടാ നമ്മൾ ഈ പാടുന്നത്? അപ്പൻ. ആരാണ്? വേറൊരു മതത്തിലും അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചില്ല. നിനക്കൊരപ്പനുണ്ട് കേട്ടോ. ആരെല്ലാം മറന്നാൽ വിട്ടേച്ചു പോകാത്ത ഒരപ്പൻ, ചങ്ക് പറിച്ചു തരുന്ന ഒരപ്പൻ. ആ അപ്പന്റെ മുമ്പിലാണ്. ആ അപ്പൻ പറയുകയാണ്, എന്റേതെല്ലാം നിന്റേതാണ്. എന്റേതെല്ലാം എന്താണ്? മകനെ നീ. പാടിക്കേ.
മകനെ നീ. വാ പൊളിക്കുന്നതിന് അനുഗ്രഹമുണ്ട്. എന്നാ ഉണ്ട്? വാ പൊളിക്കണം കേട്ടോ. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. ഇനി അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒന്ന് പഠിക്കുക. കർത്താവ് പറയാണ്, മകനെ എപ്പോഴും നീ എൻ്റെ കൂടെയുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് പാടാമോ? റെഡിയാണോ? മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നല്ല ഉത്സാഹത്തോടെ. ദൈവമേ, ഇതാ നിന്റെ മകനായി മകളായി ഞാൻ ഈ ദേവാലയത്തിലുണ്ട്. ശരീരം നടുവേദന പ്രയാസമൊക്കെ ഉള്ളവരൊക്കെ ചാടി കൊണ്ട് എഴുന്നേക്കണം. കണ്ടോ? അപ്പൊ ഒരു വ്യത്യാസം വരും. ശരീരം കർത്താവിൻ്റെതാണ്. ശരീരം ആരുടേതാണ്? കർത്താവിൻ്റെ കേട്ടോ. കർത്താവ് ശരീരത്തിൻ്റെത് കേട്ടോ. അപ്പൊ നമുക്ക് ചേർന്ന് പാടാൻ റെഡിയല്ലേ? ഒന്ന് നന്നായിട്ട് കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് കർത്താവിനോടാണ് ഈ പറയുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നു, കർത്താവിനോട് നമ്മളോട് പറയുന്നു. ഓക്കെ, റെഡിയല്ലേ? പാടാം. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. വീട്ടുകാരെ എല്ലാം ഓർത്തിട്ട് നന്നായിട്ടൊന്ന് ഉച്ചത്തി പാടിക്ക്. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. നുടേ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. പാടിക്കേ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. പാടിക്കേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. പടവ മൊത്തം. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. കണ്ണടച്ച് പാടിക്കേ. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. പാടേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. അടുത്തുള്ള ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, മകനെ നീ എൻ്റെതല്ലേ എന്ന് പറഞ്ഞേ. ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ. ഇങ്ങനെ വിഷമിച്ചു കൊടുക്കരുത്. മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, മകനെ നീ എൻ്റെതല്ലേ. പറയുന്നുണ്ടോ? അടുത്തുള്ളവരെ നോക്കിയോ? എല്ലാവരും ഒന്ന് നോക്കിക്കേ. സൈഡിലുള്ളവരെ ആരെയും വിഷമിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ നോക്കിക്കേ. എല്ലാവരും നോക്കിക്കേ. ഒന്ന് ചിരിച്ചാൽ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും. അപ്പൊ അടുത്തുള്ളവരെ നോക്കിയിട്ട് പറയണം, കർത്താവ് അനുഗ്രഹിക്കും. ഒച്ചത്തി എന്ന് പറഞ്ഞേ, കർത്താവ് അനുഗ്രഹിക്കും. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ പ്രിയമുള്ളവരെ സമാധാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏറ്റവും പുറകില്ല. ഞാൻ അട്ടപ്പാടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ് മദ്ബഹായിലെ ശുശ്രൂഷ കുപ്പായം പോലും ഇടുന്നത്. അതിന് മുന്നേ നമ്മൾ പുറകില്ലേ. അപ്പോൾ ഒരു പള്ളി, വേറൊരു പള്ളി പോയതാണ്. സമാധാനം ഇങ്ങനെ വന്നത് മുമ്പിൽ നിൽക്കുന്ന എൻ്റെ മുമ്പിലത്തെ ലൈൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. മുമ്പിലത്തെ ലൈനിലെ ആൾക്ക് സമാധാനം കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്ത ആളായിരിക്കും. ആ പള്ളിയുടെ ഭിത്തിയിലോട്ട് കൊടുത്തു. എവിടെ കൊടുത്തു? പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം സഹോദരനാണ് പുറകെ വന്ന് നിന്നത്. ആരാ നിന്നത്? സ്വന്തം
സഹോദരൻ. സമാധാനം ആർക്കിരിക്കട്ടെ? പള്ളിക്കിരിക്കട്ടെ. ആർക്കിരിക്കട്ടെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ച് പേര് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ വായുവിൽ പറയുക. വായുവിൽ പറയരുത്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കി, മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പറഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ, ഒന്ന് പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും. നിങ്ങളുടെ ഈ എബിയച്ചനെ എന്ത് ചെയ്യണം? ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് എന്ത് ചെയ്യണം? കർത്താവ് ഞങ്ങളുടെ എബിയച്ചനെ എന്ത് ചെയ്യണമേ? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. കണ്ടോ? എന്നെ ഒത്തിരി അമ്മച്ചിമാരെ അനുഗ്രഹിക്കും. ചില സമയത്ത് ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. കണ്ടോ? അപ്പൊ നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ എല്ലാം എന്ത് ചെയ്യണം? 1 പത്രോസ് 3:9 പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവർ. ഏതിനു വേണ്ടി വിളിക്കപ്പെട്ടവർ? കാണുന്നവരെയും കേൾക്കുന്നവരെയും എല്ലാം എന്ത് ചെയ്യുവിൻ? അനുഗ്രഹിക്കുവിൻ. എന്ത് ചെയ്യണം? അപ്പൊ ഇന്ന് പള്ളി വന്നവരെല്ലാവരും എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലേ? അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടെ പാടി നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിരിക്കുക. യേശു ആരാണെന്ന് പറയുമ്പോൾ ദൈവം ഇടപെടും. കണ്ണുകൾ അടച്ചേ, കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ചേർന്ന് പാടാം. മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ, മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഒന്ന് പിടിച്ചേ. അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ അപ്പ, യേശു ഈ ഭൂമി വന്നത് ഒരപ്പനെ കാണിച്ചു തരാനാണ്. എൻ്റെ കർത്താവേ, അങ്ങ് ഈ ഭൂമി വന്നെന്നും അങ്ങ് ആരാണെന്നും അവിടുന്ന് അറിയാൻ ആഗ്രഹിക്കുക. ഇനി ദേവാലയത്തിൽ വന്നപ്പോൾ യേശു എൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഞാൻ ആരാണ്? സക്കറിയ പ്രവാചകൻ ദൈവവചനം പ്രഘോഷിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു. പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ബലിയർപ്പിച്ചോളാം, പ്രസംഗം വേണ്ട. ദൈവം പ്രവാചകനോട് ചോദിച്ചു, എന്താണ്? എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ യൗവന സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാർ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ പറയും, ഇവൻ ചെറുപ്പത്തിൽ ആ പാപം ചെയ്തതാണ്, ആ തിന്മയെല്ലാം ചെയ്തവനാണ് ഇവൻ. അവിടെ ദൈവമേ, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണം. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ തെറ്ററിഞ്ഞാൽ എനിക്ക് അഭിമാനമില്ല, എനിക്ക് അവരുടെ മുമ്പിൽ തലയുയർത്താൻ നിൽക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു, പ്രവാചക, നീ ബലി അർപ്പിച്ചാൽ മതി. നാളുകൾ കഴിഞ്ഞു. ഇതാ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരുവൻ രക്തമൊലിപ്പിച്ച് നിൽക്കുന്നു. സക്കറിയ പ്രവാചകൻ അകലെ നിന്ന് സംശയത്തോടുകൂടി വന്നു, എൻ്റെ വീടിന്റെ മുമ്പിൽ മുറിവേറ്റവൻ ഇവൻ ആരാണ്? എവിടെയോ പോയി പ്രശ്നമുണ്ടാക്കി എൻ്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? അടുത്ത് വന്നപ്പോൾ ആഴത്തിലുള്ള മുറിവുകൾ, ശരീരം മുഴുവൻ ആഴത്തിൽ മുറിക്കപ്പെട്ടിരിക്കുന്നു. ജീവനിതാ വിട്ടുപോകുന്ന നിമിഷം പ്രവാചകൻ ആ മനുഷ്യന്റെ അടുക്ക വന്ന് ചോദിച്ചു, ആരാണ് നീ? ആരാണ് നീ? ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഈ കുടുംബത്തിലും ഈ സമൂഹത്തിലും അറിയാതിരിക്കാൻ പൊതിഞ്ഞു പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മുറിവ്. നിന്നെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ മുറിവ്. സക്കറിയ പ്രവചനം 13-ാം അധ്യായം 6-ാം വാക്യം. യേശു ചോദിച്ചു, ഞാൻ ആരാണ്? അപ്പാ, എൻ്റെ പാപങ്ങൾ മറയ്ക്കാൻ ഉറുശലേമിൽ
ചങ്ക് പിളർന്നു തന്ന ജീവനുള്ള മശിഹായല്ലേ നീ? എന്റെ കുടുംബത്തിൽ നിന്ന് മരണത്തെ മായ്ച്ചു കളയുന്ന, അറുക്കപ്പെട്ടിട്ടും ജീവിക്കുന്ന കുഞ്ഞാടല്ലേ നീ? എന്റെ കുറവും പിന്മാറ്റവും അപ്പ എന്ന് വിളിക്കേണ്ടതിന് പകരം മറുതലിച്ചോടിപ്പോയതെല്ലാം ക്ഷമിച്ചുകൊണ്ട് കൈപിടിച്ച് പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ജീവനുള്ള രക്ഷകനല്ലേ നീ? ഈ ആലയത്തിൽ നിൽക്കുമ്പോൾ ആ കർത്താവിനെ ഏറ്റുപറയണം. യേശുവിനെ ഏറ്റുപറയുന്നവരിൽ പിതാവുണ്ട്, പുത്രനുണ്ട്. അവൻ ദൈവത്തിന്റെ മകനായി മകളായി മാറ്റപ്പെടും. ആര് ദൈവത്തിന്റെ മക്കളാകുന്നുവോ ദൈവം പറയുകയാണ്, അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശമാണ് തന്നിരിക്കുന്നത്. ആ യേശുവിൻ ഗത്സമനിയിൽ വീണ് കിടന്ന് വിളിച്ചു, അപ്പാ നിന്റെ ബലിവസ്തുവാണ് ഞാൻ. ഇസ്ഹാക്ക് കെട്ടപ്പെട്ടവനായ ബലിപീഠത്തിൽ കിടന്ന് അബ്രഹാമിനെ നോക്കി വിളിച്ചു, അപ്പാ ഞാനൊരു ബലിവസ്തുവാണ്. ഇബ്താഹിന്റെ മകൾ ആ അപ്പനെ നോക്കി വിളിച്ചു, അപ്പാ ഞാൻ നിന്റെ അല്ലേ, ഞാൻ നിന്റെ അല്ലേ. ആ ദൈവം പറഞ്ഞു, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. യേശുവേ, ഈ ആലയത്തിൽ അവിടുന്ന് നിറഞ്ഞ് ഞങ്ങളിലൂടെ വ്യാപരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ അമ്മയെ നോക്കി സ്വർഗം അഭിമാനത്തോട് പറഞ്ഞു, നീ എന്റേതാണ്. അമ്മ പറഞ്ഞു, ഇതാ ഞാൻ ദാസിയാണ്, ഇതാ ഞാൻ ദാസിയാണ്, ഒരു യാഗവസ്തുവാണ്. സ്വർഗം പറഞ്ഞു, ഈ സ്വർഗം മുഴുവൻ നിന്റേതാണ്. രണ്ടാം സ്വർഗമായി മാറ്റപ്പെട്ട പരിശുദ്ധ അമ്മേ, ഈ ഇടവകെ അവിടുന്ന് ശുദ്ധീകരിക്കപ്പെടാൻ തക്കവണ്ണം അമ്മ പ്രാർത്ഥിക്കണമേ. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ ഭവനങ്ങൾ വാഴ്ത്തപ്പെടട്ടെ. ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇറങ്ങി സഞ്ചരിച്ച് അനേക കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റട്ടെ. അനേക ശരീരങ്ങൾ ദൈവത്തിൻ്റെ ശരീരമാക്കി കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇതാ ദൈവമേ, ഞങ്ങളെ തന്നെ തരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ഈ സ്തോത്രയാഗം ഞങ്ങൾ തിരുവമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് മഹത്വമെടുത്ത് ഞങ്ങളെ കുരിശിൻ്റെ തണലിൽ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. 9 മാസം നിന്നേറ്റോൾ ധനയാ ദൈവാത്മജനേ ഒരു 2-3 മിനിറ്റ് ഇരിക്കാമോ? കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ആലയത്തിൽ വരാൻ ദൈവം വളരെ സ്നേഹത്തോടെ എബിഎച്ചിനിലൂടെ എന്നെ വിളിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഈ ദേവാലയത്തിൽ വരുമ്പോൾ പല പ്രയാസങ്ങളിൽ അനേകരുണ്ട്. അട്ടപ്പാടി ആശ്രമത്തിൽ ഒത്തിരി പ്രയാസമുള്ളവരുണ്ട്. അവരെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല സമയത്ത് ഞാൻ ഓർത്തു, ദൈവമേ, ഇത്ര വലിയ കടബാധ്യതകൾ, ഇത്ര വലിയ തകർച്ചകൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരുന്നപ്പോഴാണ് സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നു, കുറിയലായുസോൻ കർത്താവേ നിന്നെ ഞാൻ വിളിച്ചു, എന്നോട് നീ ഉത്തരമരുളി ചെയ്യണമേ. അതിൻ്റെ അകത്തൊരു വരി എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. ബാക്കി പറയാമോ? ഞാൻ ഏറ്റവും ക്ഷീണിച്ചു, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ പിന്നെ അത് മാത്രം ചൊല്ലി. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു, നിന്റെ വചനപ്രകാരം എന്നെ. അപ്പോൾ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷീണം മാറ്റി ജീവിപ്പിക്കാൻ പറ്റും, തകർച്ച മാറ്റാൻ പറ്റും, നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും. പിതാക്കന്മാർ പറയുക, എല്ലാ സന്ധിയിലും ചൊല്ലണം. 119 സങ്കീർത്തനത്തിലെ വാക്യമാണിത്. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു, എൻ്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അപ്പോൾ അന്ന് മുതൽ എന്ത് ചെയ്തെന്നറിയാമോ? പ്രയാസമുള്ളവർക്കെല്ലാം ഓരോ ദൈവവചനം കൊടുത്തു. ദൈവവചനം. പ്രിയമുള്ളവർ,
കോട്ടയത്ത് എൻ്റെ ഇടവക കാരാട്ടൂന്നേ പള്ളി. അവിടെ എല്ലാ 2-ാം ശനിയാഴ്ചയും ധ്യാനമുണ്ടായിരുന്നു. PC എബ്രഹാം അച്ഛൻ ഇരിക്കുമ്പോൾ പൊടിമറ്റത്തിൽ. അന്നൊരു വീട്ടുകാർ പറഞ്ഞു, അച്ഛാ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിക്കണേ, വീട്ടിലൊന്ന് വന്ന്. പല ദിവസവും പോകാൻ പറ്റത്തില്ല, കാരണം എനിക്കന്ന് പള്ളിയുണ്ട്. ശനിയാഴ്ച ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, സമയമില്ല. വെള്ളിയാഴ്ച ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ വന്ന് വെച്ചാൽ വീട്ടിലൊന്ന് വരണേ. അപ്പോൾ ഞാനും അച്ഛനും പോയി. കർത്താവിൽ അവിടെ ചെന്നപ്പോൾ പ്രിയമുള്ളവർ, അവിടുത്തെ അപ്പച്ചൻ ഞങ്ങളോട് പറയുകയാണ്, അച്ഛാ ഈ വീട്ടിൽ കൂടെ ഈ വീട്ടിൽ കൂടെ എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ, ചുമ്മാ ചോദിച്ചു. ഈ വീട്ടിൽ കൂടെ എന്നാ ഉണ്ടെന്നാ പറഞ്ഞെന്നറിയാമോ? ഈ വീട്ടിൽ കൂടെ പോക്ക് വരത്തുണ്ട്. എന്നാ ഉള്ളേ? ഞാൻ PC എബ്രഹാത്തിനെ തോണ്ടി, PC വർഗീസ് അച്ഛനെ കേട്ടോ, അച്ഛനെ തോണ്ടി. കാരണം നമുക്ക് ഈ വകുപ്പുമായിട്ട് ബന്ധമില്ല. ഈ വീട്ടിൽ എന്നാ ഉണ്ട്? പോക്കുവരത്തുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഈ പോക്കുവരത്ത് എന്താ? അപ്പൊ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മച്ചി ഓടി വന്ന്, പോക്കുവരത്ത് അറിയത്തില്ലേ? എൻ്റെ അച്ഛോ, ഈ വീട്ടിൽ കൂടി ഒരു സാധനം ഇങ്ങോട്ട് വരും. അപ്പൊ ഞങ്ങളിങ്ങനെ രണ്ടുപേരോട് ചോദിച്ചു, എന്നിട്ട് എന്നാ പറയാനാ? മൂത്തവൻ പിണങ്ങിപ്പോയി, മക്കളെല്ലാം പിണങ്ങിപ്പോയി, വഴക്ക്. ഈ വീട്ടിലിരുന്ന ഒരു സന്തോഷമില്ല അച്ഛൻ, ഉറങ്ങാൻ പറ്റത്തില്ല, ആരൊക്കെയോ വരുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ പഠിച്ച ഒരു പണിയുണ്ട്. എന്നാ പണിയാണ്? കടമറ്റത്തച്ഛൻ്റെ പരിപാടി. അത് ഈ വീട്ടിൽ ചെയ്യണം. അമ്മച്ചി തല കൊടുക്കണ്ട, പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടില്ല, ഞങ്ങളാരും പഠിച്ചിട്ടില്ല. അച്ഛൻ പഠിച്ചോ വെച്ചാൽ? ഞങ്ങളാരും പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, അപ്പച്ച ഞങ്ങൾ പഠിച്ചിട്ടില്ലത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇന്ന് കെട്ടാതെ വിടത്തില്ല, ഇവിടുന്ന് ഇത് കെട്ടാതെ വിടത്തില്ല, ഇത് ചെയ്യണം, ചെയ്തിട്ടേ പോകാൻ പറ്റൂ. എൻ്റെ പ്രിയമുള്ളവർ, എന്നെ ചെയ്യാൻ പറ്റുന്നേ? ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു പഴയ വേദപുസ്തകം ഉണ്ടായിരുന്നു, ഞാനത് എടുത്തു പിടിച്ചു. ദൈവമേ, വലിയ കെണിയിലാണല്ലോ, പോക്കുവരത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു. വേദപുസ്തകം തുറന്നു. ഞാനിങ്ങനെ വായിക്കുകയാണ്. യേശുവേ നന്ദി, ഞാൻ തുറന്ന് തന്നെ അവിടെ തന്നെ കേട്ടോ. വേദപുസ്തകം തുറന്നപ്പോൾ ഞാൻ വായിച്ചു. എന്നാന്ന് വായിച്ചതെന്നറിയാമോ? ഇനി ആരും പോക്കുവരത്ത് ചെയ്യത്തില്ല. എന്നാ വായിച്ചേ? അമ്മച്ചിമാര് കണ്ടിട്ടുണ്ടോ? അപ്പച്ചന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വേദപുസ്തകത്തിൽ? ഇനി ആരും. അപ്പോൾ എനിക്ക് തോന്നി കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. കാരണം മനസ്സിൽ ഇത്ര നേരം എന്നായിരുന്നു? പോക്കുവരത്ത്. വീണ്ടും തുടച്ചിട്ടൊക്കെ ഒന്നുകൂടി നോക്കി. വീണ്ടും എന്നാ കാണുന്നേ? ആരും പോക്കുവരത്ത് ചെയ്യത്തില്ല. ഞാൻ PC വർഗീസിനെ കാണിച്ചു. അച്ഛൻ ഇതൊന്ന് നോക്കിക്കേ. ആരും പോക്കുവരത്ത് ചെയ്യത്തില്ല. എവിടെയുണ്ട്? ദൈവം പറയുന്നു, ഇനി ആരും പോക്കുവരത്ത് ചെയ്യാതെ ഞാനൊരു പട്ടാളമായി ഈ വീടിന് ചുറ്റും പാളയമിറങ്ങും. ഒരു പീഡകനും കേറില്ല ഇവിടെ. എന്റെ കണ്ണിവിടെയുണ്ട്. കർത്താവിൽ അനുഗ്രഹീതരെ, അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞു, രക്ഷപ്പെട്ടു. കെട്ടി ഞാൻ ഏറ്റവും ക്ഷീണിച്ചു, നിന്റെ വചനപ്രകാരം എന്നെ. അപ്പൊ അപ്പച്ചന്റെ ക്ഷീണം ഇതായിരുന്നു, പോക്കുവരത്തുണ്ടെന്നാണ്. ദൈവം വചനം പറഞ്ഞു, ഇനി ആരും എന്തില്ല? പോക്കുവരത്തില്ല. ഞാനൊരു പട്ടാളമായി എന്തുണ്ട്? വീടിന് ചുറ്റുമുണ്ട് ഒരു പട്ടാളം. വല്ലവനും കയറുവോ? ഇല്ല കേട്ടോ. തീമതിൽ. സക്കറിയാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കേട്ടോ. ഏതാണ്? സക്കറിയാ പ്രവചനം 9. എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചാ? കണ്ടിട്ടേ ഇല്ല, ഇപ്പൊ കണ്ടു. അപ്പൊ പ്രിയമുള്ളവര്, ഇങ്ങനെയുള്ള വചനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം മേടിക്കാം.